കൊലോസ്യ ലേഖന പഠനത്തിലേക്ക് ഏവർക്കും വീണ്ടും ദൈവത്തിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഒരു വാക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ പഠനത്തിലേക്ക് പ്രവേശിക്കാം. നമ്മുടെ ഹൃദയത്തെ, മനസ്സിനെ, നമ്മുടെ കേൾവിയെ, ചിന്തയെ, വിചാരങ്ങളെ, മനോഭാവങ്ങളെ, താല്പര്യങ്ങളെ, ചായ്വുകളെ, നമ്മളുടെ എല്ലാ അവസ്ഥകളെക്കുറിച്ചും നമുക്ക് അവയുടെ മേൽ യാതൊരു നിയന്ത്രണവുമില്ല. പക്ഷേ നിയന്ത്രിക്കാൻ കഴിയൊരു ദൈവമുണ്ട്. ആ ദൈവത്തിലേക്ക് നമ്മൾ ഏൽപ്പിച്ചു കൊടുത്താൽ ദൈവം നമ്മുടെ എല്ലാ അവസ്ഥകളെയും നിയന്ത്രിക്കും. പ്രാർത്ഥിക്കും. ഉള്ളറകളെയും ഉൾപ്പുകളെയും നിലവുകളെയും അന്തരംഗങ്ങളെയും വിചാരങ്ങളെയും വികാരങ്ങളെയും മനോഭാവങ്ങളെയും ചായ്വുകളെയും താല്പര്യങ്ങളെയും ഞങ്ങളിലുള്ള സകലത്തെയും അവികലം അറിയുന്നവനും നിയന്ത്രിക്കുന്നവനും സ്വന്തം ഛായയിൽ മനുഷ്യനെ മെനഞ്ഞെടുക്കുകയും ദൈവത്തെ അറിയുവാനുള്ള എല്ലാ സംവിധാനങ്ങളും പ്രാപ്തികളും കഴിവുകളോടുകൂടി മനുഷ്യനെ സൃഷ്ടിക്കുകയും ചെയ്ത സൃഷ്ടാവായ പരമപരിശുദ്ധനായ ആത്മസ്വരൂപനായ ത്രിയേകനായ സ്വർഗ്ഗസ്ഥ ദൈവമേ, ഇപ്രകാരം ഞങ്ങൾക്ക് അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ച് കൂടുവാൻ, അങ്ങയുടെ സന്നിധിയിൽ അങ്ങയുടെ വചനവുമായി ഞങ്ങൾക്ക് ഒരുമിച്ചായിരിക്കാൻ ഇവിടെയും പലയിടത്തുമായി ഞങ്ങളോടൊപ്പം പങ്കുചേർന്നിട്ടുള്ള എല്ലാവരെയും ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കുകയാണ്. അങ്ങയുടെ കൃപയും സാന്നിധ്യവും സഹായവും ഞങ്ങളുടെ ജീവിതത്തിൽ ഉടനീളം ഉണ്ടാകണം. അങ്ങ് വചനത്താലാണ് ഞങ്ങളെ നടത്തുന്നത്, നയിക്കുന്നത്, ബലപ്പെടുത്തുന്നത്. ഞങ്ങളുടെ പാതയ്ക്ക് പ്രകാശവും കാലിന് ദീപവുമായി അങ്ങയുടെ വചനം ഞങ്ങളുടെ ജീവിതത്തിൽ എന്നും അത് യഥാർത്ഥമായി ഞങ്ങളതിനെ സ്നേഹിച്ച് പിൻപറ്റി ജീവിക്കുന്നവരാക്കി ഞങ്ങളെ മാറ്റണം. കൊലോസ്യ ലേഖന പഠനത്തിൽ ഞങ്ങളായിരിക്കുമ്പോൾ ആ ലേഖന പഠനത്തിലൂടെ ഞങ്ങളുടെ ആത്മീക യാത്രയ്ക്ക് ആവശ്യമായിരിക്കുന്ന നിർദ്ദേശം, മുന്നറിയിപ്പുകൾ, സുരക്ഷിതത്വം, തിരിച്ചറിവുകൾ അങ്ങ് ഞങ്ങളോട് ഇടപെടുമ്പോൾ നൽകുമ്പോൾ അത് വേണ്ട വിധത്തിൽ സ്വീകരിച്ച് ഞങ്ങളുടെ ആത്മീക ജീവിത യാത്രയിൽ മുൻകരുതലോടുകൂടി ജീവിപ്പണ്ടക്കൊണ്ട് ഞങ്ങളെ സഹായിക്കണം. എല്ലാവരെയും ഏൽപ്പിക്കുകയാണ്. കടന്നു വന്നവരും പലയിടത്തായി ഞങ്ങളോടൊപ്പം ഇന്ന് ഓൺലൈനിൽ പങ്കെടുക്കുന്നവരുമായി എല്ലാവരെയും ഈ സമയത്ത് ഏൽപ്പിക്കുകയാണ്. വചന പഠനം അവരുടെ ജീവിതത്തിന് അനുഗ്രഹമാകണം. ദൈവം തൻ്റെ വചനം അയച്ചു തൻ്റെ ജനത്തെ സുഖപ്പെടുത്തുന്ന ദൈവമാണ്. അങ്ങയുടെ വചനത്താൽ ദൈവനെ കേൾക്കുന്ന എല്ലാവരുടെയും ജീവിതത്തിൽ അതിൻ്റെ അനുഗ്രഹങ്ങൾ ഉണ്ടാകുവാൻ തക്കൊണ്ട് ഇടവരുത്തണമെന്ന് ഞങ്ങൾക്കിതിനെല്ലാം കാരണമായി തീർന്ന് അനാഥരും തള്ളിക്കളയപ്പെട്ടവരും ദൈവജനം അല്ലാത്തവരുമായി കിടന്ന ഞങ്ങളെ ഞങ്ങളുടെ മക്കളാക്കി ദൈവാത്മാവ് നൽകി മുദ്രയിട്ട് നിത്യതയ്ക്ക് വേണ്ടി ഞങ്ങളെ വേർതിരിച്ച് ഞങ്ങളെ ഇന്നും കരുതുന്ന, സ്നേഹിക്കുന്ന, ഞങ്ങൾക്ക് വേണ്ടി വീണ്ടും വരാമെന്ന് വാഗ്ദാനം ചെയ്ത അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ രക്ഷകനുമായ ജീവനുള്ള കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ അപേക്ഷിക്കുന്ന പ്രാർത്ഥന കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. കൊലോസ്യ ലേഖന പഠനത്തിൽ നമ്മളായിരിക്കുമ്പോൾ ആമുഖമായി ചില കാര്യങ്ങൾ നമ്മൾ പറയാറുണ്ട്. ഇന്നും ആമുഖമായി ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടായിരിക്കും നമ്മൾ പ്രവേശിക്കുന്നത്. ചിലപ്പോൾ ഈ പഠനങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടുള്ളതായിട്ട് വരും. ഫിലിപ്പ് ലേഖന പഠനവുമായി താരതമ്യം ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് കൊലോസ്യ ലേഖനത്തിൻ്റെ ആമുഖ പഠനത്തിലാണ് നിൽക്കുന്നത്. പുസ്തകത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ ആമുഖ പഠനത്തിലൂടെ അടിത്തറ നന്നായി പണിത് കഴിഞ്ഞാൽ മുകളിലുള്ള പണി വളരെ എളുപ്പമായിരിക്കും. അതുകൊണ്ട് ഇത് അടിത്തറ പണിയുന്ന ഒരു അവസ്ഥയിലാണ്. അതുകൊണ്ട് ഈ ആമുഖ പഠനങ്ങൾ നഷ്ടപ്പെടാതെ അല്പം വിരസമായി നമ്മൾ അല്പം കർണരസമാകുമാറ് ഒരുപക്ഷെ തോന്നുന്നില്ല എങ്കിലും ഈ പഠനത്തിൻ്റെ ആവശ്യകത മനസ്സിലാക്കിയായിരിക്കുക. ഇപ്പോൾ കൊലോസിലേക്ക് നമ്മൾ ആ പട്ടണത്തിൽ, ആ ഇടവക, ആ സഭ, കൂട്ടായ്മ എന്താണ് വാസ്തവത്തിൽ നേരിട്ടത്, എന്ത് പ്രശ്നങ്ങളാണ് അവർക്കവിടെ ഉണ്ടായിരുന്നത്, അതിനുള്ള മറുപടിയാണ് പൗലോസ് നൽകുന്നത് എന്ന് നമ്മൾ കണ്ടു. ബൈബിൾ പഠിക്കുമ്പോൾ, വായിക്കുമ്പോൾ നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം, അത് സുവിശേഷങ്ങളാകട്ടെ ലേഖനങ്ങളാകട്ടെ, ആ ലേഖനങ്ങളിൽ സുവിശേഷങ്ങളിലും പറഞ്ഞിരിക്കുന്ന വിഷയങ്ങൾ എന്തുകൊണ്ടാണ് ഇപ്രകാരം പറഞ്ഞിട്ടുള്ളത് എന്ന് നമ്മൾ അന്വേഷിക്കുമ്പോൾ അതിനൊരു കാരണം അവിടെയുണ്ട്. ദൈവത്തിൻ്റെ വചനം വെറുതെ ദൈവം സംസാരിക്കില്ല. ദൈവത്തിൻ്റെ വചനം നമ്മോട് ഈ വിധത്തിൽ സംസാരിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ആ സന്ദേശം കേൾക്കേണ്ട ഒരവസ്ഥ ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് ദൈവം ഈ വിധത്തിൽ നമ്മോട് സംസാരിക്കുന്നത്. അന്ന് അവരോട് സംസാരിച്ചത്. ഇപ്പൊ കൊലോസ്യ സഭയുടെ ഏകദേശം 11-12ഓളം വിഷയങ്ങൾ നമ്മൾ കണ്ടു. കൊലോസ്യ ലേഖനത്തിലൂടെ കടന്നു പോകുമ്പോൾ ക്രിസ്തുവിന്റെ പര്യാപ്തതയും അധികാരത്തെ ആക്രമിക്കപ്പെട്ടു. ക്രിസ്തുവും സൃഷ്ടിയും തമ്മിലുള്ള ബന്ധം ചോദ്യം ചെയ്യപ്പെട്ടു. ക്രിസ്തുവിന്റെ മനുഷ്യപ്രകൃതിയും അത് സംശയിച്ചൊരു കൂട്ടരുണ്ടായിരുന്നു. ജ്യോതിശാസ്ത്രപരമായ വിഷയങ്ങളിൽ അവർക്ക് താല്പര്യം കാണിച്ച് ക്രിസ്തുവിനെ വിട്ടിട്ട് പോകാൻ ഇടവന്നു. ഭൂതപ്രേത ആത്മാക്കളെ കുറിച്ചുള്ള ചിന്തകൾ അവരെ നിയന്ത്രിച്ചു. മാത്രമല്ല തത്വചിന്തകളുടെ സ്വാധീനം അവിടെ ഉണ്ടായി.
ലോക ജീവിതത്തിൽ സന്യാസ ജീവിത മാർഗം, ലോകത്തിലെ എല്ലാ അവസ്ഥകളും തള്ളിക്കളഞ്ഞ് സന്യാസ ജീവിതത്തിലേക്ക് ഒരു താല്പര്യം ചെല്ലിലുണ്ടായി. ചില പ്രത്യേക ദിവസങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നതായ ആചാരാനുഷ്ഠാനങ്ങൾ വിശ്വാസികളെ സ്വാധീനിച്ചു. ശരീരത്തെക്കുറിച്ചുള്ള അവഗണന, വിശുദ്ധ ജീവിതത്തിന്റെ പ്രാധാന്യം എടുത്തുകളഞ്ഞ ചിന്തകൾ ഇത് അവരുടെ നടുവിലുണ്ടായിരുന്നു. ദൂതന്മാരെ ആരാധിക്കുന്ന സമ്പ്രദായം ഉണ്ടായിരുന്നു. ബുദ്ധിപരമായ ഔന്നിത്യം പ്രാപിച്ച ചുരുക്കം ചിലർക്ക് മാത്രമേ യഥാർത്ഥത്തിൽ രക്ഷ പ്രാപിക്കുവാൻ, പരിജ്ഞാനം പ്രാപിക്കാൻ കഴിയുകയുള്ളൂ എന്ന ചിന്ത ഇവിടെ ഉണ്ടായി. മാത്രമല്ല, യഹൂദ ചിന്തകളുടെ സ്വാധീനവും, അതായത് ന്യായപ്രമാണം ആചരിക്കുന്നത് വഴി പാപമോചനം പ്രാപിക്കുമെന്ന ചിന്ത, ഇങ്ങനെയുള്ള 12ഓളം അവസ്ഥകൾ ഈ പുസ്തകത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ പൗലോസ് കൈകാര്യം ചെയ്യുന്നു. കൊലോസിലെ നമ്മുടെ തൊട്ട് ഇന്നതാണ് കൊലോസ് സഭ നേരിട്ട വിഷയം നമുക്ക് എടുത്തു പറയാൻ സാധിക്കുന്നില്ലെങ്കിലും പൗലോസ് ഈ ലേഖനത്തിലൂടെ പറയുന്ന വിഷയങ്ങൾ പരിശോധിച്ചാൽ ഇതൊക്കെ അവർ കേൾക്കാൻ ആവശ്യമായിരുന്ന മുന്നറിയിപ്പുകളാണ് എന്ന് വ്യക്തമാണ്. എന്തിനാ മുന്നറിയിപ്പ്? ഫ്രണ്ടിൽ ആ കുഴി ഉള്ളത് കൊണ്ടാണ്, ആ ബമ്പ് അവിടെ ഉള്ളത് കൊണ്ടാണ്. ഈ ഓവർ സ്പീഡ് പോകരുത് ഇവിടെ ബോർഡ് വെച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഓവർ സ്പീഡ് പോയാൽ ആ ടൈല് തെന്നി വീഴാൻ ഇടവരുത്തും. അതുകൊണ്ടാണ് അവിടെ അങ്ങനെ മുന്നറിയിപ്പ് കൊടുക്കുന്നത്. അപ്പൊ ഇവിടെ മുന്നറിയിപ്പുകളാണ്. മാത്രമല്ല, ജീവിതത്തെക്കുറിച്ച് വെറും ഭൗതികമായ നിലയിൽ കണ്ടവരും കൊലോസ് ഇടവയിലുണ്ടായി. ഈ ഭൂമിയിലെ ജീവിതം ലോകപ്രകാരമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതാണ്. ലോകത്തിലെ കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി ആത്മിക ജീവിതത്തെ ഉപയോഗിക്കുന്ന അനേകരുണ്ട്. അവരുടെ കൂട്ടത്തിലും അങ്ങനെയുള്ളവരുണ്ടായിരുന്നിരിക്കാം. അതിനുള്ള മറുപടിയായിട്ടായിരിക്കാം പൗലോസ് 2-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ ലോകത്തിന്റെ ആദ്യ പാഠങ്ങൾക്കൊത്തവണ്ണം നിങ്ങൾ ജീവിക്കരുത്. ലോകത്തെ മാത്രം മനസ്സിൽ വെച്ചുകൊണ്ട് ജീവിക്കരുത്. ലോകത്തിൽ സുഖലോലുത കിട്ടണം, ലോകത്തിൽ സമ്പത്തുണ്ടാക്കണം, ലോകത്തിൽ സ്വാധീനം ഉണ്ടാകണം, ലോകത്തിൽ കുറെ ആൾക്കാർ എനിക്കുണ്ടായിരിക്കണം, ലോകപ്രകാരമുള്ള പ്രസിദ്ധി എനിക്ക് വേണം. ഈ തരത്തിൽ ലോകത്തിൽ മാത്രം മനസ്സ് വെച്ച് ജീവിക്കുന്ന ഒരു അവസ്ഥ ദൈവ മക്കളിൽ ഉണ്ടാകരുത്. അത് പ്രത്യേകിച്ച് ഇവിടെ ഊന്നി പറയുന്നു. ഇപ്പൊ ലോകസ്നേഹം അവരുടെ നടുവിലേക്ക് കടന്നു വന്നിരിക്കാം. അധാർമിക ജീവിത കാഴ്ചപ്പാടുകളുള്ള പുറജാതികളുടെ നടുവിൽ നിന്നാണ് അവരുടെ ദൈവത്തിലേക്ക് വന്നത്. അപ്പൊ ആ പശ്ചാത്തലത്തിൽ നമ്മൾ വന്നപ്പോൾ നമ്മുടെ ജീവിതത്തിലും നമ്മൾ ഏത് പശ്ചാത്തലത്തിൽ നിന്നാണോ കടന്നു വന്നത് ആ പശ്ചാത്തലം, ആ ബാക്ക്ഗ്രൗണ്ട് പെട്ടെന്ന് മാറിപ്പോകില്ല. നമ്മളൊരു സ്ഥലത്ത് വന്നുകൊണ്ട്, ഒരു ഹോളിൽ വന്നുകൊണ്ട്, ഒരു പുസ്തകം കയ്യിലെടുത്തത് കൊണ്ടോ, പാട്ടുപാടിയോണ്ടോ, പ്രാർത്ഥിച്ചത് കൊണ്ടോ നമ്മൾ കടന്നു വന്ന വഴികളുടെ ആ ഒരു പൊടി, ആ സ്വാധീനം വിട്ടുപോകില്ല പൂർണ്ണമായി. നിരന്തരമായി കഴുകൽ അതിനാവശ്യമാണ്. പഴയ ഭാഷയിൽ പറഞ്ഞാൽ പകർന്നാണ് ഈ ശുദ്ധീകരണം നടക്കുന്നത്. പെട്ടെന്ന് ഒറ്റ ദിവസം കൊണ്ട് വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെട്ട ഉടനെ നമ്മുടെ പഴയകാല ജീവിതത്തിലെ എല്ലാ അവസ്ഥകളും മാറിപ്പോകില്ല. ചില ചിന്താഗതികൾ ഇപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാകും. നമ്മളൊക്കെ മനസ്സിലാകണം, എന്നിൽ അങ്ങനെ ഒരു ബലഹീനതയുണ്ട് എന്ന് മനസ്സിലാക്കി അതിനെതിരെ പോരാടുകയും പ്രാർത്ഥിക്കുകയും ദൈവത്താൽ ഉൾക്കരുത്ത് പ്രാപിക്കുകയും ചെയ്യണം. ഇവിടെ അത് അങ്ങനെ ഒരു വിഷയം ഇവിടെ ഉള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ടായിരിക്കാം 3-ാം അധ്യായത്തിന്റെ 3 മുതൽ 9 വരെ പൗലോസ് അപ്പോസ്തലൻ ശക്തമായിട്ട് ഈ വിധത്തിൽ നടക്കരുത്, ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിപ്പിൻ, ദൈവകോപം വരുവാൻ ഇടവരരുത്, അനുസരണം കെട്ടവരായി ജീവിക്കരുതെന്നൊക്കെ പറയാൻ കാരണം ഈ തരത്തിൽ ജീവിതം അവർ ജീവിക്കുന്നുണ്ടാകാം. മാത്രമല്ല, കൊലോസ് സഭ നേരിട്ട മറ്റൊരു പ്രശ്നം സിക്രറ്റിസം എന്ന് പറയുന്നത് പല മതവിശ്വാസങ്ങളുടെ ബോധപൂർവമായ അനുരഞ്ജനം, പല വിശ്വാസങ്ങളെ ഒരുമിച്ച് ചേർത്ത് കൊണ്ടുപോകുന്ന രീതി. ഈ ഇടവക നേരിട്ട പ്രശ്നങ്ങളിൽ ഒന്നാണ് ഇത് എന്ന് ചിന്തിക്കുന്നവരുമുണ്ട്. യഹൂദ നിഗൂഢതകള്, തത്വചിന്തകള്, ജാതികളുടെ ആചാര രീതികള്, ഇതെല്ലാം കൂടെ കൂടിക്കലർന്ന് ഒരു സങ്കലനം, പലതരം വിശ്വാസങ്ങളുടെ സങ്കലനം. ഇപ്പൊ സഭയുടെ ആത്മീക ആരോഗ്യത്തിനും ക്രിസ്തുവിന്റെ വ്യക്തിത്വത്തിനും ഇവ ഉയർത്തിയ ഭീഷണി ചെറുതായിരുന്നില്ല. ഇവര് ജ്യോതിശാസ്ത്രപരമായ കാര്യങ്ങൾ കൂട്ടിച്ചേർക്കും, ദൂതന്മാരെ ആരാധിക്കുന്ന കൂട്ടിച്ചേർക്കും, പുറജാതികളുടെ പല മാർഗങ്ങൾ കൂട്ടിച്ചേർക്കും. ഇങ്ങനെ പലത് കൂട്ടിച്ചേർത്ത് ക്രിസ്തുവിന്റെ ഉപദേശത്തോടൊപ്പം അത് കൂട്ടിച്ചേർക്കും. ഇപ്പൊ നമ്മുടെ ഭാഷയിൽ ഞായറാഴ്ച രാവിലെ 2 മണിക്കൂർ പ്രാർത്ഥിക്കാൻ പോകും, ഉച്ച കഴിഞ്ഞിട്ട് ജ്യോതിശാസ്ത്രം കൈനോക്കാൻ പോകും, അല്ലെങ്കിൽ വൈകുന്നേരമാകുമ്പോൾ മന്ത്രവാദത്തിന്റെ അടുക്ക പോകും, തിങ്കളാഴ്ച രാവിലെ വേറൊരു കാര്യത്തിൽ ഇടപെടും. ഇങ്ങനെ പലത് കൂട്ടിച്ചേർത്തുകൊണ്ട് ജീവിക്കുന്ന ഒരു ജീവിത രീതി അവിടെ ഉണ്ടായിരുന്നിരിക്കാം. ഇപ്പൊ ഇത്തരം ആശയങ്ങൾ അവർക്ക് ആകർഷണീയമായി തോന്നുന്ന വിധത്തിൽ അധോലോക ആത്മാക്കൾ, അമാനുഷിക ശക്തികൾ, ദൂതന്മാർ, ഇങ്ങനെ പലതരത്തിലുള്ള അശുദ്ധാത്മാക്കളെല്ലാം അവരെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മളൊരു മേഖലയിലേക്ക് ഇറങ്ങിപ്പോയാൽ
കർത്താവിനെ വിട്ടിട്ട് ഒരു അധോലോകത്തിന്റെ ദൂതന്മാരെ ആരാധിക്കുന്ന ജ്യോതിശാസ്ത്രത്തിന്റെ ലോകത്തിന്റെ ആദിപാഠങ്ങളുടെ വഴികളിലേക്ക് പോയാൽ നമ്മൾ വിചാരിക്കുക നമുക്കൊന്നും സംഭവിക്കില്ല എന്ന്. ഈ ലോകത്തിൽ അന്ധകാര ശക്തികൾ അനവധിയുണ്ട്. നമ്മുടെ കർത്താവിൽ നിന്നും വിട്ടുപോയാൽ നമ്മുടെ സുരക്ഷിതത്വം വേലി പൊളിയും. നമ്മുടെ വേലി പൊളിതാൽ പിന്നെ നമ്മളെ എന്താ സ്വാധീനിക്കും നമുക്ക് പറയാൻ പോലും പറ്റില്ല. നമ്മൾ ചിലപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും അവിടെ ചെന്ന് കൈ നോക്കുന്നതും മഷിയിട്ട് നോക്കുന്നതും ഭൂതപ്രേതാദികളുടെ സ്വാധീനങ്ങളും വെളിച്ചപ്പാടത്തിന്റെ അടുക്കലും ലക്ഷണം നോക്കുന്നതും അഞ്ചനക്കാരന്റെ അടുക്കലൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ അവരുടെ ആരെങ്കിലും കൂടെ പോകുന്നതായിരിക്കും നമ്മളെ സ്വാധീനിക്കുന്നത്. ഈ ആത്മീക ലോകത്തിലുള്ള ശക്തികൾ നമുക്ക് കാണാൻ പറ്റില്ല. നമ്മുടെ കൂടെ തലയിൽ 2 കൊമ്പുള്ള നാക്കൊക്കെ നീട്ടി നീണ്ട കൂർത്ത പല്ലുകളുള്ള ഒരാളെ നമ്മൾ കണ്ടാൽ ഓടിക്കളയും. പക്ഷെ ആത്മീക ശക്തികൾ എന്ന് പറഞ്ഞാൽ അദൃശ്യമാണ്, നമുക്കവരെ കാണാൻ പറ്റില്ല. നമ്മൾ ഇടപെടുന്ന കാര്യങ്ങൾ ആത്മീകമായിട്ടും ദൈവവചന പ്രകാരം ഉള്ളതല്ല എങ്കിൽ അതിൻ്റെ എല്ലാം സ്വാധീനം നമ്മളിൽ ഉണ്ടാകും. അത് എപ്പോഴും ഓർത്തിരിക്കേണ്ടത് ആവശ്യമാണ്. ഇപ്പൊ കൃത്യമായി ഇതാണ് കൊലോസിലെ സഭ ഇടപെടുന്ന നേരിട്ട പ്രശ്നമെന്ന് നമുക്ക് പറയാൻ കഴിയില്ലെങ്കിലും, കാരണം പലതവണ ഉള്ളിലേക്ക് നുഴഞ്ഞു കയറുകയാണ്. ഞങ്ങളുടെ വാതിൽ തുറന്നു കൊടുത്തത് ഇവര് തന്നെയാണ്. ക്രിസ്തു മാത്രം പോരാ എന്ന ചിന്ത വന്നപ്പോൾ വരുന്നവരും കൂടെ വന്നോട്ടെ, വാതിലെല്ലാം തുറന്നിട്ടേക്കാം. ആ തരത്തിലായതുകൊണ്ട് ആത്മീയത എല്ലാം അവരുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കാൻ തയ്യാറാണ്. ആർക്കും സ്വാഗതമുണ്ട് വീട്ടിൽ. ആ വഴിയരികിൽ വീണ വിത്തിന്റെ അവസ്ഥ ഇതാണ്. വഴിയരികിൽ വീണ വിത്തിനെ ആരും നടക്കരുത്, ആ റോഡിലൂടെ ആരും നടക്കരുത് നിയന്ത്രിക്കാൻ പറയാൻ വീട്ടിലിരിക്കുന്നവർക്ക് ഒരിക്കലും ഒരു അവകാശമില്ല. ഇത് പൊതുവകയാണ്. നമ്മുടെ ഹൃദയം ജീവിതം പൊതുവകയായാൽ പലരെ കയറിയിറങ്ങും. പല വിശ്വാസങ്ങളും പലരും വന്ന് പലത് പറയും. ഈ പറഞ്ഞിട്ട് പോകുന്നവർ വെറുതെ പോകില്ല, അവർ ചില നിക്ഷേപിച്ചിട്ടേ പോകും. നമ്മളെപ്പോഴും ഗോതമ്പ് പൊടിക്കാൻ രൂപം പറയും. ഗോതമ്പ് പൊടിച്ച മനുഷ്യൻ രാവിലെ മുതൽ രാത്രി വരെ ആ കടയിൽ നിന്ന് ഗോതമ്പ് പൊടിച്ച് മല്ലി പൊടിച്ച് മുളക് പൊടിച്ച് ഇതെല്ലാം പൊടിച്ചിട്ട് വീട്ടിൽ നടന്നു പോകുമ്പോൾ താൻ പോകുന്നിടത്തെല്ലാം തന്റെ വസ്ത്രത്തിലുള്ള പൊടി അല്പമായിട്ട് നിക്ഷേപിച്ചിട്ടാണ് പോകുന്നത്. എന്നതുപോലെ നമ്മുടെ ജീവിതത്തിൽ കയറി ഇറങ്ങി വരുന്ന പലരും പല അഭിപ്രായങ്ങളും നിരൂപണങ്ങളും ആശയങ്ങളും പല സംശയങ്ങളും ഒക്കെ നമ്മുടെ ഉള്ളിൽ നിക്ഷേപിച്ചിട്ടാണ് പോകുന്നത്. നമ്മൾ വിചാരിക്കും അവർ വന്നുകൊണ്ട് എന്ത് പറ്റി, ഒരു ചായ പോകുന്ന ചായയുടെ പ്രശ്നം എത്രയല്ലേ ഉള്ളൂ. അല്ല, ആത്മീകമായ വിവേചനമുള്ളവർക്ക് അത് കൃത്യമായിട്ട് അറിയാൻ പറ്റും. അതുകൊണ്ടാണ് പൗലോസ് അല്ലെങ്കിൽ യോഹന്നാനിലേക്ക് അവരുടെ കുശലം പോലും പറയരുത്. അവരുടെ കുശലം പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ദുഷ്പ്രവർത്തികൾ നമുക്ക് എന്താകും, കൂട്ടാളികളാണ്. അവർ കിട്ടുന്ന ശിക്ഷയിൽ നമുക്കൊരു പങ്ക് തരുകയും. അനേകരുടെ ജീവിതത്തിൽ അവരുടെ അറിവില്ലായ്മയുണ്ട്. കാരണം വചനത്തിൽ ഇതൊക്കെ പറഞ്ഞിട്ടും ഈ താക്കീതുകൾ ഉണ്ടായിട്ടും അവരിതൊന്നും ശ്രദ്ധിക്കാതെ പോയിട്ട് പിന്നെ വീണ് കിടന്നിട്ട് തകർന്നിട്ട് നഷ്ടപ്പെട്ടിട്ട് ബന്ധങ്ങൾ തകർന്നിട്ട് പിന്നെ നിലവിളിച്ചിട്ട് കാര്യമില്ല. അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പൊ ഇവിടെ പലതും ഇവരുടെ ഉള്ളിലേക്ക് നുഴഞ്ഞു കയറാൻ കാത്തു കിടക്കുകയാണ്. അപ്പോൾ മേൽ പരാമർശിച്ച സകല വിഷയങ്ങളും കൈകാര്യം ചെയ്യുന്നുള്ള മാർഗങ്ങളാണ് അപ്പോസ്തലനിലൂടെ പരിശുദ്ധാത്മാവ് ഈ ലേഖനത്തിൽ നൽകിയത്. താൻ മറ്റ് ഇടവുകൾക്ക് ലേഖനം എഴുതുമ്പോൾ അവർ നേരിടുന്ന വിഷയങ്ങൾ എന്ത് എന്നും അതിന്റെ പിന്നിൽ ആരാണെന്നും പൗലോസ് പറയാറുണ്ട്. ഉദാഹരണത്തിന് 1:11 കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 11-ാം വാക്യത്തില് അവിടെ പൗലോസ് അവർക്ക് എഴുതുമ്പോൾ വ്യക്തമായിട്ട് പറഞ്ഞു, നിങ്ങളുടെ ഇടയിൽ പിണക്കമുണ്ടെന്ന് ക്ലോവയുടെ ആളുകൾ എനിക്ക് അറിവ് കിട്ടിയിരിക്കുന്നു. അപ്പോൾ കൊരിന്ത്യ സഭയുടെ പ്രധാനപ്പെട്ട പ്രശ്നം പരസ്പരം പിണക്കം. ഇത് പൗലോസിന് ക്ലോവ എന്ന് പറഞ്ഞ സഹോദരന്റെ അദ്ദേഹത്തിന്റെ ആഗമനത്തിലൂടെ അദ്ദേഹത്തിന് അറിവ് കിട്ടി. ഇപ്പൊ ഇന്നതാണ് പ്രശ്നമെന്ന് കൊരിന്ത്യ സഭയിലെ തൊട്ട് പറയും. ഗലാത്യ ലേഖനം 2:4 പറഞ്ഞ അവിടുത്തെ പ്രശ്നം പറയും. ഗലാത്യ ലേഖനം 2-ാം അധ്യായം 4-ാം വാക്യത്തിൽ പൗലോസ് ഗലാത്യ സഭ നേരിട്ട പ്രശ്നം എന്താണെന്ന് നമ്മുടെ ലേഖനത്തിൽ വ്യക്തമായിട്ട് അവിടെ കാണിച്ചു കൊടുക്കും. ഗലാത്യർക്കെതിരെ ലേഖനം 2-ാം അധ്യായം 4-ാം വാക്യത്തിൽ നുഴഞ്ഞു വന്ന കള്ളസഹോദരന്മാർ നിമിത്തമായിരുന്നു അവർ നമ്മെ അടിമപ്പെടുത്തേണ്ടതിന് ക്രിസ്തുവേശിൽ നമുക്കുള്ള സ്വാതന്ത്ര്യം ഉറ്റുനോക്കുവാൻ നുഴഞ്ഞു വന്നിരിക്കുന്നു. അപ്പൊ ഈ പണി ഇപ്പോഴും ലോകത്ത് നടക്കുന്നുണ്ട്. നമ്മൾ വാസ്തവത്തിൽ ദൈവമക്കളാണ്, ക്രിസ്തുവിൽ വിശ്വസ്തരാണെങ്കിൽ നമ്മളെ വെറുതെ വിടില്ല. ദുഷ്ടൻ ഒരിക്കലും ദുഷ്ടന്റെ കൂടെയുള്ളവരെ ആക്രമിക്കില്ല, സ്വാധീനിക്കില്ല. കർത്താവ് യേശുവിനോട് വിശ്വസ്തരായി ഏകാഗ്ര ചിത്തതയോടുകൂടി ജീവിക്കാൻ ശ്രമിച്ചാൽ നമ്മുടെ ചുറ്റും ആരെങ്കിലുമൊക്കെ വന്നുകൊണ്ടേയിരിക്കും, നമ്മളെ പലത് കേൾപ്പിച്ചുകൊണ്ടേയിരിക്കും. അതാണ് ഇവിടെ പൗലോസ് പറഞ്ഞത്, നുഴഞ്ഞു വന്ന കള്ളസഹോദരന്മാർ നിമിത്തമായിരുന്നു. ഇവിടെ എന്താ ഉദ്ദേശം? നമ്മെ അടിമപ്പെടുത്തും. അവരുടെ വന്ന ഇവരുടെ ചിന്താഗതിക്ക് നമ്മളെ അടിമകളാക്കണം. നമ്മുടെ വ്യക്തിത്വം സ്വാതന്ത്ര്യവും നഷ്ടപ്പെടുന്ന അവസ്ഥയുണ്ടാകും. ഇപ്പൊ ഒരുപക്ഷെ ഉത്ഭവിക്കാനിരിക്കുന്ന പല അവസ്ഥകളെ മുന്നിൽ കണ്ടുകൊണ്ടാണ് അപ്പോസ്തലൻ കൊലോസ്യരുടെ വകയെ നേരിട്ടത്. നമ്മൾ പഠിക്കുമ്പോൾ
ഒരു ഇടവക, കൊലോസി ഇടവകയെ കുറിച്ച് പറഞ്ഞു നമുക്കെന്താ പ്രയോജനം, നമുക്കെന്താ ഗുണമെന്ന് ചിന്തിക്കരുത്. ദൈവവചനം ജീവനും ചൈതന്യമുള്ളതാണ്, ഇരുവായ്ത്തലുള്ള വാളിനേക്കാൾ മൂർച്ചയേറിയതാണ്. ഇന്ന് നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ ആത്മീയ ജീവിതത്തിനും ആവശ്യമായ കാര്യങ്ങൾ മാത്രമേ ദൈവം പറയൂ. നമുക്കത് ആവശ്യമില്ല തോന്നുന്നില്ല എങ്കിൽ അത് നമ്മുടെ പരാധീനതയാണ്. ഇതൊക്കെ ഞാൻ കേട്ടിട്ട് എന്ത് ഗുണം, ഞാൻ പഠിച്ചിട്ട് എന്ത് ഗുണം എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ആത്മീക തകർച്ചയാണ്. ഇത് എനിക്ക് വേണ്ടിയാണ് പറയുന്നത്. ദൈവനെ ഇന്ന് എന്നോട് സംസാരിക്കുന്നത് എനിക്ക് വേണ്ടിയാണ്. എന്റെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള അപകടങ്ങൾ സാധ്യതയുണ്ടെന്ന് ദൈവം മുൻകൂട്ടി നമുക്കറിയില്ല. നമുക്ക് ഈ 2025 ഈ ഒക്ടോബർ മാസം ഈ 21-ാം തീയതി മാത്രമേ അറിയൂ. പക്ഷെ ദൈവത്തിന് ഈ 2025 2055 നമ്മൾ കാണേണ്ടി വന്നാൽ അവിടം വരെ നമ്മൾ നേരിടാൻ പോകുന്ന അവസ്ഥകൾ ഏതൊക്കെയായിരിക്കും, ഏതൊക്കെ പ്രതികൂലങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന ദൈവത്തിൽ മുൻകൂട്ടി കാണാം. നമ്മുടെ സ്കൂളിൽ നിന്ന് കുട്ടികളെ വിനോദയാത്രയ്ക്ക് പോകുമ്പോൾ കാട്ടിലാണ് പോകുന്നതെങ്കിൽ അതിനുവേണ്ട എല്ലാ സാമഗ്രികളും കൊടുത്തുവിടും. ചെറിയ പേന, കത്തി, ടോർച്ച്, ഗംബൂട്ട് തുടങ്ങിയ എല്ലാം നമ്മൾ കൊടുത്തുവിടും. ഹെഡ്ലൈറ്റ് എല്ലാം കൊടുത്തുവിടും. ഇപ്പൊ ദൈവത്തിന് അറിയാം നിങ്ങളുടെ ഈ വിശ്വാസ യാത്രയിൽ നാളെ നിങ്ങൾ നേരിടാൻ പോകുന്ന അവസ്ഥ എന്താണ്, നാളെ നിങ്ങളുടെ ജീവിതത്തിൽ നേരിടാൻ പോകുന്ന എന്താണെന്ന് അറിയുന്ന ദൈവം ഇന്ന് നമുക്ക് ആ കാര്യങ്ങൾ തരുമ്പോൾ, ആ പടച്ചട്ട അണിയിക്കുമ്പോൾ ഇതിനൊക്കെ എനിക്കെന്തിനാ എന്ന് ചോദിച്ചിരിക്കരുത്. അനേക ജീവിതത്തിൽ നഷ്ടപ്പെടണം. ഒരു പ്രതികൂലം വരും. ഗോലിയാത്ത്, കരടി, സിംഹമൊക്കെ നാളെ നമ്മുടെ മുമ്പിൽ വരുമെന്ന് ദൈവത്തിനറിയാം. ഇതുവരെ വന്നിട്ടില്ലെങ്കിൽ അന്നേരം വരുമ്പോൾ ആവനാഴിയിൽ തപ്പിയാൽ അമ്പ് കാണില്ല, വാളും കാണില്ല, കത്തിയും കാണില്ല, എല്ലാം തുരുമ്പെടുത്ത് പോയി കഴിയും. ഉപയോഗിച്ചിട്ടില്ല. പ്രാർത്ഥനാ ജീവിതമില്ല, വചനപരിജ്ഞാനമില്ല. അതുകൊണ്ട് ആ വാളിന് മൂർച്ചയില്ല, ശത്രുവിനെതിരെ ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പൊ അത് അറിഞ്ഞുകൊണ്ടാണ് ദൈവം മുൻകൂട്ടി നമുക്ക് തരുന്നത് തന്നെ. അപ്പൊ കൊലോസ് ഇടവകയെ പൗലോസ് സഹായിക്കുകയാണ്. മാത്രമല്ല ലാവോദിക്യ സഭയെ കുറിച്ച് ഇവിടെ പറയുന്നു. കൊലോസ് ലേഖനം 4:16 വാക്യത്തിൽ, കൊലോസ്യർ 4:16 അവിടെ പറയുന്നത്, നിങ്ങളുടെ ഇടയിൽ ഈ ലേഖനം വായിച്ചു തീർന്ന ശേഷം ലുവോദിക്ക സഭയിൽ കൂടെ വായിപ്പിക്കുകയും ലുവോദിക്ക സഭയിൽ നിന്നുള്ളത് നിങ്ങളും വായിക്കണം. ഇപ്പൊ ഇവര് കൊലോസ് സഭ നേരിട്ട സമാനമായ പ്രശ്നങ്ങളായിരിക്കാം ലുവോദിക്ക സഭയെ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. പൗലോസ് ആ ഇടവകയെ കരുതുകയാണ്. അതുകൊണ്ടാണ് നാം ഇന്ന് ഈ ലേഖനം പഠിക്കുന്നത്. ഇപ്പൊ ലേഖനത്തിന്റെ വാസ്തവത്തിലെ ഉദ്ദേശം എന്താണ്, അപ്പോൾ അവർ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നം എന്താണ് എന്ന് ഒരാൾ ചിന്തിക്കുന്ന അനുസരിച്ചാണ് ലേഖനത്തിന്റെ ഉദ്ദേശം കണ്ടെത്തുന്നത്. ഇപ്പൊ നമ്മള് ഈ തത്വചിന്തയാണ് കൊലോസ് സഭയുടെ പ്രശ്നമെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ പുസ്തകത്തിൽ നമുക്ക് അതിന്റെ ഉത്തരം കണ്ടെത്താൻ കഴിയും. അപ്പൊ അവർ നേരിടുന്ന പ്രശ്നം എന്താണെന്ന് നമുക്ക് എങ്ങനെ നമ്മൾ ചിന്തിക്കുന്നുവോ അതനുസരിച്ച് നമുക്ക് ഇതിന്റെ ഉത്തരം കണ്ടെത്താൻ കഴിയും. ഇപ്പൊ പ്രധാനമായിട്ട് ക്രിസ്തുവിനോട് വിശ്വസ്തരായി നിൽക്കുക എന്നാണ് പൗലോസ് ഇവരെ ഓർമ്മിപ്പിക്കുന്ന പ്രധാന സംഗതി. പ്രധാന പ്രശ്നവും അതാണ്, നിങ്ങൾ ക്രിസ്തുവിനോട് വിശ്വസ്തരായി നിൽക്കുക. അപ്പൊ അത് അവരുടെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. നമുക്ക് അവിടെ അത് കാണാൻ സാധിക്കും. ഇപ്പൊ ക്രിസ്തുവിനുള്ള ബന്ധം ശരിക്ക് നിങ്ങൾക്ക് ഇല്ല എങ്കിൽ, ക്രിസ്തുവിനുള്ള ശ്രദ്ധ വിട്ടുപോകാനായിട്ട് ഇടവന്നാൽ അത് പലവിധ തകർച്ചയ്ക്ക് കാരണമാണ്. ഇപ്പൊ യേശുവിൽ നിന്ന് ഒരു ദുരുപദേശവും അല്ലെങ്കിൽ അവരെ അകറ്റരുത്. ഒന്നും നിങ്ങളെ കർത്താവിൽ നിന്ന് അകറ്റരുത്. ഇതാണ് പൗലോസ് ആഗ്രഹിക്കുന്നത്. ഇപ്പൊ നിങ്ങളെ കർത്താവിൽ നിന്ന് അകറ്റാൻ, കർത്താവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും ശ്രദ്ധയും നിങ്ങളിൽ നിന്ന് അകറ്റുവാൻ അവൻ പല വഴിയിൽ പ്രവർത്തിക്കും എന്ന് പൗലോസ് വ്യക്തമായിട്ട് അറിയാം. ഈ കൊലോസ് സഭ പൂർണ്ണമായി ആത്മിക പക്വത പ്രാപിച്ചവരല്ല. അതിനാൽ അവർ നേരിടേണ്ടി വരുന്ന ആത്മിക തടസ്സങ്ങൾ അവരെ ഓർമ്മപ്പെടുത്തേണ്ടത് ആവശ്യമാണ്. പൗലോസിന്റെ അനുഭവത്തിൽ നിന്ന്, അനുഭവ സമ്പത്തിൽ നിന്ന് ഈ സഭ നാളെ നേരിടാൻ പോകുന്ന, ഇങ്ങനെ പോയാൽ എന്ത് സംഭവിക്കുമെന്ന് അറിയാൻ കഴിയുന്ന പൗലോസ് മുന്നറിയിപ്പുകൾ അവർക്ക് കൊടുക്കുകയാണ്. അതുകൊണ്ടാണ് കൊലോസ് ലേഖനം 1:12-13 അവർ ക്രിസ്തുവിനെ സന്തോഷപൂർവ്വം സ്വീകരിച്ച് സ്നാനമേറ്റ് ക്രിസ്തീയ ജീവിതയാത്രയിൽ മുന്നേറാൻ ആഗ്രഹിക്കുന്നവരാണ്. അപ്പൊ അവിടെ പറയുന്ന ഇപ്രകാരമാണ്, അപ്പം അവന്റെ മഹത്വത്തിന്റെ വല്ലഭത്വത്തിനൊത്തവണ്ണം പൂർണ്ണ ശക്തിയോടെ ബലപ്പെടേണ്ടതെന്നും വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശത്തിനായി നമ്മെ പ്രാപ്തരാക്കുകയും, ഇപ്പൊ വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിനുള്ള അവകാശം, ദൈവപരിജ്ഞാനം, ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ ലഭിക്കുന്ന അനുഗ്രഹം, അതിന് ദൈവമക്കളായി ഓരോ വിശുദ്ധനും അതിന് അവകാശികളായി മാറണം. അതാണ് ലക്ഷ്യം. ആ യാത്രയിൽ മുന്നോട്ട് പോവുകയാണ്. ഇപ്പൊ വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശത്തിനായി അത് ലഭിച്ചിട്ടില്ല, അത് ലക്ഷ്യം വെച്ച് മുന്നോട്ട് പോവുകയാണ്. നമ്മെ പ്രാപ്തരാക്കുകയും നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ വിടുവിച്ച് തന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്തവരാകണമെന്നും അപേക്ഷിക്കുന്നു.
ഇപ്പൊ കൊലോസ്യ ലേഖനത്തിലുള്ള ഈ ദൈവമക്കള് ഈ യാത്ര ആരംഭിച്ചവരാണ്. ലക്ഷ്യത്തിലേക്ക്, അനുഗ്രഹത്തിലേക്ക്, തേജസ്സിലേക്ക് എത്തുമുള്ള യാത്ര ആരംഭിച്ചവരാണ്. പക്ഷെ ഈ യാത്രയിൽ പ്രതികൂലങ്ങളുണ്ടെന്ന് യാത്രയുടെ അനുഭവമുള്ള പൗലോസിനറിയാം. അനുഭവ പരിചയമുള്ള ആ മനുഷ്യൻ വ്യക്തമായി പറഞ്ഞു കൊടുക്കുകയാണ്, ഈ യാത്രയിൽ നിങ്ങൾ സൂക്ഷിക്കണം. ഇതിനെ നിങ്ങൾ ക്രിസ്തുവിനെ കുറിച്ച് മാത്രം ചിന്തിക്കുക, ക്രിസ്തുവിന്റെ ഉപദേശത്തെ മാത്രം ചിന്തിക്കുക. അത് മാത്രം നിങ്ങൾക്ക് മതി, അത് മാത്രം പര്യാപ്തമാണ് എന്ന് ഈ ചെറുപ്പമായ കൂട്ടായ്മയെ പറഞ്ഞ് പലരും വഴിതെറ്റിക്കുന്ന പശ്ചാത്തലത്തിൽ പൗലോസോട് പറഞ്ഞു, നിങ്ങൾ ക്രിസ്തുവിനെ മുറുകെ പിടിക്കുക. ക്രിസ്തുവിന്റെ ദൈവികത്വത്തെ സംശയിക്കുന്നവരുടെ നടുവിൽ ഉണ്ടാകാം. ഭൗതികവാദം, അധാർമികത, ആത്മീയതയില്ലായ്മ എന്ന് പല ചതിക്കുഴികളും ഇവിടെ നടുവിലുണ്ട്. ഇതെല്ലാം നമ്മുടെ ചുറ്റുമുണ്ട്. ഇതൊന്നും ഇല്ലെന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ അറിവില്ലായ്മയാണ്. ലോകമില്ല, കാലലക്ഷണങ്ങൾ അറിയാത്തത് കൊണ്ടാണ്. നമ്മുടെ വീട്ടിൽ കടന്നു ബൈബിളുമായി കടന്നു എല്ലാവരും പറയുന്നത് ആത്മീയതയല്ല. അവരുടെ ഉദ്ദേശം നമ്മളെ ക്രിസ്തുവിൽ അകറ്റുകയാണ്, സത്യത്തിൽ നിന്ന് അകറ്റുകയാണ്. അപ്പൊ അപ്പോസ്തലന്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ പരമോന്നതമായ മുൻഗണന, പ്രാധാന്യം ഊന്നിപ്പറയുക എന്നുള്ളതാണ്. ക്രിസ്തുവിനെ ഉയരത്തിൽ ഇരുത്തുക. നമ്മുടെ ഹൃദയത്തിൽ ക്രിസ്തു എവിടെയാണ് ഇരിക്കുന്നത്? നമ്മുടെ കാര്യങ്ങളൊക്കെ നടത്തി തരുന്ന രീതിയിൽ കാൽക്കലാണോ ഇരിക്കുന്നത്? നമ്മൾ കയറി സിംഹാസനത്തിൽ ഇരിക്കുകയും ക്രിസ്തുവിനെ നമ്മുടെ ഒരു ദാസനെ പോലെ, വേലക്കാരനെ പോലെ കാൽക്കൽ ഇരുത്തിയിരിക്കുകയാണ്. അത് കൊണ്ടുപോവാ, ആ സൗഖ്യം കൊണ്ടുപോവാ, ആ ജോലി കൊണ്ടുപോവാ, ആ സമ്പത്തി കൊണ്ടുപോവാ. അങ്ങനെയാണ് പലരും ക്രിസ്തുവിനെ കാണുന്നത്. ഇതോ ക്രിസ്തു നമ്മുടെ ഹൃദയത്തെ, ചിന്തകളെ, വിചാരത്തെ, മനോഭാവത്തെയൊക്കെ ഭരിക്കാൻ രാജാവായി നമ്മുടെ ഹൃദയത്തെ ക്രിസ്തുവിനെ ഇരുത്തിയിട്ടുണ്ടോ? ഇപ്പൊ ക്രിസ്തുവിനെ ഉയർത്തി കാണിക്കുകയാണ്. അതുകൊണ്ടാണ് ഇതിന്റെ 3-ാം അധ്യായത്തിന്റെ 17-ാം വാക്യത്തിലും 2-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിലും 2:8 ഇങ്ങനെയാണ് കാണുന്നത്. ഈ തത്വചിന്തകളെ കുറിച്ച് പറഞ്ഞതിന് ശേഷം അത് മനുഷ്യരുടെ സമ്പ്രദായത്തിനൊത്തവണ്ണം, ദൈവത്തിന്റെ ആദ്യപാഠങ്ങൾക്ക് ഒത്തവണ്ണം അല്ലാതെ ക്രിസ്തുവിനൊത്തവണ്ണമുള്ളതല്ല. ഇത് ക്രിസ്തുവിനൊത്തവണ്ണമുള്ളതല്ല. നമ്മൾ എല്ലാ കാര്യങ്ങളും ചിന്തിക്കുമ്പോൾ, നേരിടുമ്പോൾ ഇത് ക്രിസ്തുവിനൊത്തവണ്ണമാണോ? ക്രിസ്തുവിനൊത്തവണ്ണം എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന്റെ ഉപദേശത്തിനൊത്തവണ്ണമാണോ? അതുകൊണ്ടാണ് കൊലോസ്യർ 3:17 ഇപ്രകാരം എഴുതിയിരിക്കുന്നത്, വാക്കിനാലോ ക്രിയയാലോ എന്ത് ചെയ്താലും, വാക്കുകൊണ്ട് നമ്മൾ എന്ത് പറഞ്ഞാലും, ഏത് കർമ്മം ചെയ്താലും സകലവും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ചെയ്തും അവൻ മുഖാന്തരം പിതാവായ ദൈവത്തിന് സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കും. നമ്മൾ ചെയ്യുന്ന ക്രിസ്തു അംഗീകരിക്കുന്നല്ലെങ്കിൽ നമുക്ക് ദൈവത്തെ സ്തോത്രം ചെയ്യാൻ അവകാശമില്ല. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ക്രിസ്തു അംഗീകരിക്കുന്നതും ക്രിസ്തുവിന്റെ വചനപ്രകാരം, ഉപദേശപ്രകാരമുള്ളതല്ലെങ്കിൽ ദൈവത്തെ ആരാധിക്കാൻ നമുക്ക് യോഗ്യതയില്ല. നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്തിട്ട് ദൈവത്തെ ആരാധിക്കാൻ പറ്റില്ല, ദൈവത്തോട് പ്രാർത്ഥിക്കാൻ പറ്റില്ല. ഇപ്പൊ വാക്കുകൊണ്ട് എന്ത് പറഞ്ഞാലും, ക്രിയ കൊണ്ട് എന്ത് ചെയ്താലും ക്രിസ്തുവിന്റെ അധികാരം, ക്രിസ്തുവിന്റെ നാമത്തിൽ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പറഞ്ഞിട്ട് പ്രാർത്ഥിച്ചിട്ട് അവസാനം യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കും, ദൈവം കേൾക്കില്ല. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കണമെങ്കിൽ ആ അധികാരം നമുക്ക് സ്വീകരിക്കാൻ കഴിയണമെന്നുണ്ടെങ്കിൽ നാം പറയുന്നതും പ്രവർത്തിക്കുന്നതുമായ കാര്യം ദൈവവചനപ്രകാരമുള്ളതായിരിക്കണം. എങ്കിൽ മാത്രമേ യേശുവിന്റെ നാമത്തിൽ, അതുകൊണ്ടാണ് ക്രിസ്തു മത്തായി 21-ലും ലൂക്കോസ് 46-ലും എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവനല്ല, സ്വർഗസ്ഥന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവർ എത്ര എന്ന് പറഞ്ഞതിന്റെ കാരണം ക്രിസ്തു പൂർണ്ണമായും ദൈവമായതിനാൽ തന്റെ അനുയായികളുടെ ആത്മീയ ആവശ്യങ്ങൾ നൽകി തരുവാൻ യേശു പര്യാപ്തനാണ്. കർത്താവ് യേശു ദൈവമാണ്. നമ്മുടെ ഒരു കാര്യവും ഒരു ആവശ്യവും ക്രിസ്തുവിന് കഴിയാത്തതായിട്ടില്ല. ശിഷ്യന്മാരോട് ക്രിസ്തു ചോദിച്ചു, നിങ്ങളെല്ലാം ഉപേക്ഷിച്ച് എന്റെ പിന്നാലെ വന്നു, നിങ്ങൾക്ക് എന്തിന്റെയെങ്കിലും കുറവുണ്ടായോ? കർത്താവ് യേശുവിന്റെ പിന്നാലെ പോയിട്ടുള്ളവർക്ക്, ആത്മാർത്ഥമായി ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, ദൈവത്തിന്റെ വചനപ്രകാരം ജീവിതത്തെ ക്രമീകരിച്ചിട്ടുള്ളവർക്ക് ഒരു കുറവും ദൈവം വരുത്തില്ല. നമ്മുടെ ആഗ്രഹങ്ങൾ സാധിച്ചിരുന്നു വരും, ആവശ്യങ്ങൾ സാധിച്ചു തരും. കാക്കക്കുഞ്ഞിനെ അറിയുന്ന കർത്താവാണ്. പ്രപഞ്ചത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന ദൈവമാണ്. സകലത്തെ സൃഷ്ടിച്ച ദൈവമാണ്. തന്റെ മക്കളെ കരുതിയില്ലെങ്കിൽ പിന്നെ ദൈവം ആരെയാ കരുതുന്നത്? വയലിലെ പുല്ലിനെ ഇങ്ങനെ ചമയിക്കുന്ന ദൈവം, കാക്കക്കുഞ്ഞുങ്ങളുടെ കരച്ചിൽ കേട്ടിട്ട് കൃത്യസമയത്ത് വേറെ ഏതെങ്കിലും മാർഗത്തിലൂടെ തീറ്റി കൊടുക്കുന്ന ദൈവം, ദൈവത്തിൽ ആശ്രയിച്ച ദൈവമക്കളുടെ ജീവിതത്തിലെ എല്ലാ ആവശ്യങ്ങളും, ആഗ്രഹങ്ങളെല്ലാം ആവശ്യങ്ങൾ, ഫിലിപ്പിലേഖനം പഠിച്ചിട്ടുള്ളത് പറഞ്ഞു. നമ്മുടെ ആവശ്യങ്ങൾ നീ പോറ്റിത്തരും, നീ പുലർത്തിത്തരും, ഒരു വ്യത്യാസം അതിന് വരില്ല. സ്വന്തം പുത്രനെ നൽകി തന്ന ദൈവം എന്താണ് നമുക്ക് തരാത്തത്? പക്ഷെ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ സന്നിധിയിൽ വിശ്വസ്തരായി നിൽക്കണം, ദൈവത്തെ സ്നേഹിക്കണം, പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ ഹൃദയത്തിന്റെ സിംഹാസനത്തെ ഇരുത്തണം. ഇപ്പൊ ക്രിസ്തു പൂർണ്ണമായി ദൈവമായതിനാൽ തന്റെ അനുയായികളുടെ ആത്മീയ ആവശ്യങ്ങൾ നൽകി തരുവാൻ താൻ പര്യാപ്തനാണ്. അതുകൊണ്ട് തന്നെയാണ് അവിടെയുള്ള ക്രിസ്ത്യാനികളോട് യഹൂദ പ്രജാതി സംസ്കാരങ്ങളിലോ ഒരിക്കൽ വിട്ടുകളഞ്ഞ് യവന തത്വചിന്തകളോ നിങ്ങളെ സ്വാധീനിക്കരുത് എന്ന് താക്കീത് നൽകിയത്. വിട്ടുകളഞ്ഞത് പോകില്ല.
വിട്ടാലും പോകില്ല, അവിടെ ഇരിക്കും. ചിലർ നമ്മൾ വീട്ടിൽ നിന്ന് പറഞ്ഞു വിട്ടാൽ അവിടെ വാതിൽ കുത്തിയിരിക്കും. ന്യൂസ് ഞാൻ വായിച്ചു. പോകുന്നില്ല, ആളെ പറഞ്ഞു വിട്ടിട്ട് പോകുന്നില്ല, അവിടെ തന്നെ വാതിൽക്കെ തന്നെ, ഗേറ്റിന്റെ അവിടെ തന്നെ ഇരിക്കുകയാണ്. ഇവിടെ ക്രിസ്തുവിലേക്ക് വന്നപ്പോൾ പലത് ഉപേക്ഷിച്ചിട്ടാണ് വന്നത്. ഉപേക്ഷിച്ചതല്ല അങ്ങ് പെട്ടെന്ന് മാഞ്ഞു പോകില്ല. ഒരു അവസരത്തിന് വേണ്ടി കാത്തു നിൽക്കും. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴാണ് ക്രിസ്തു ഇല്ലാതെ പോകുന്ന നിമിഷം അവൻ അറിയാം. അതുവരെ കാത്തു നിൽക്കാൻ സാത്താൻ വളരെയധികം സഹിഷ്ണുതയുള്ളവനാണ്. ഒരു മടിയില്ല പിശാചിന്. വർഷങ്ങൾ കാത്തിരിക്കും നമ്മൾ വിട്ടുകളഞ്ഞതിലേക്ക് തിരിയുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത്, ഈ മദ്യപാനത്തിന്റെ ലൈസൻസ് ആകട്ടെ, വീട്ടിൽ നിന്ന് എടുത്തു കളഞ്ഞ കൊന്തയാകട്ടെ, വിഗ്രഹങ്ങളാകട്ടെ, അത് നശിപ്പിച്ചു കളയണം. ബൈബിളിനകത്ത് വേറെ പടങ്ങൾ പാടില്ല. കാരണം എല്ലാം അവസാനം ഇതിലേക്ക് തിരിയുന്ന അവസ്ഥ ഉണ്ടാക്കും അവൻ. അതവിടെ കാണരുത്. അത് പൂർണ്ണമായി നശിപ്പിച്ചു കളയണം. അത് വളരെ ആവശ്യമാണ്. ഇപ്പൊ ഒരിക്കൽ വിട്ടുകളഞ്ഞതായ ഈ മാർഗങ്ങൾ അവരെ സ്വാധീനിക്കപ്പെടാമെന്ന് പൗലോസിന് അറിയാം, അനുഭവത്തിൽ നിന്നറിയാം. യഹൂദന്മാരുടെ പലവിധമായ ആചാരാനുഷ്ഠാനങ്ങൾ ചുറ്റും നടക്കുന്നുണ്ട്. അതിന്റെ എല്ലാം ആകർഷണങ്ങൾ അവരെ സ്വാധീനിക്കാം. അവരിവിടെ ഒരു പെരുന്നാളുമില്ല, ആഘോഷങ്ങളുമില്ല, അവിടെ യാതൊന്നുമില്ല, പടക്കം പൊട്ടിലില്ല, ഇവിടെ ഒന്നുമില്ല. നമ്മൾ കുറച്ച് ബൈബിൾ പഠിക്കാൻ മാത്രം. ഇതൊരു വിരസമാകും. അപ്പൊ അവിടെ കൂടെ പോയി പെരുന്നാളിന് കൂടാം, അവിടെ കൂടെ പോയി നക്ഷത്രം കെട്ടാം, അവരിൽ ഒരാളായി മാറാം. അതിനൊരു വ്യക്തമായ നിർണയവും തീരുമാനവും. അതില്ലെങ്കിൽ അപകടമാണ്, സ്വാധീനിക്കപ്പെടും. സ്വാധീന ശക്തി എന്ന് പറയുന്നത് വലിയ ശക്തിയാണ്, ഇൻഫ്ലുവൻസിങ് പവർ. നമ്മളെ സ്വാധീനിക്കാനാണ് ലോകം മുഴുവൻ ശ്രമിക്കുന്നത്. പക്ഷെ ദൈവമക്കൾ ക്രിസ്തുവിനാൽ സ്വാധീനിക്കപ്പെടണം. ഇപ്പൊ നമ്മുടെ ചിന്തകളെയാണ് എത്തിക്കേണ്ടത്. ചിന്തകളിലൂടെയാണ് അകത്ത് കയറുന്നത്. ഇപ്പൊ ലോകത്തിലെ അധാർമിക മാർഗങ്ങളോട് മരിച്ചവരായിരിക്കാൻ ദൈവം നമ്മെ പ്രോത്സാഹിക്കും. നിങ്ങൾ ഇതിലൊക്കെ മരിച്ചവരാണ്. ഭൂമിയിലുള്ള അവയവങ്ങളെ മരിപ്പിപ്പീൻ, അതിനെ വീണ്ടും തീറ്റി കൊടുക്കരുത്. അതെല്ലാം മരിപ്പിപ്പീൻ. പകരം സ്വർഗീയ വിഷയങ്ങളിൽ ജീവനുള്ളവരായി സ്വർഗീയ ചിന്തകളും താല്പര്യങ്ങളും ഉള്ളവരാകുവാൻ ആഹ്വാനം ചെയ്യുന്നു. അതുകൊണ്ടാണ് 3-ാം അധ്യായം 5-ാം വാക്യം പറഞ്ഞത്, ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, വിഗ്രഹാരാധന, അത്യാഗ്രഹം, ഇങ്ങനെ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിപ്പീൻ. അതിന് വീണ്ടും അത്യാഗ്രഹം വരരുത്, വീണ്ടും ഇങ്ങനെ അതിരാഗം വരരുത്, ദുർനടപ്പ് വരരുത്, വിഗ്രഹാരാധന വരരുത്. അത് വീണ്ടും അതിലേക്ക് ചരിഞ്ഞാൽ അത് പൂർവാധികം ശക്തിയോടെ, 7 ഇരട്ടി ശക്തിയോടെ അശുദ്ധാത്മാക്കൾ അകത്തേക്ക്. വീട് വൃത്തിയാക്കിയത് കൊണ്ട് മാത്രം പോരാ, ആ ഹൃദയത്തിനകത്ത് ഇരുത്തേണ്ട ആളെ ഇരുത്തിയില്ല എങ്കിൽ തിരിച്ചു വരാൻ പോകുന്ന ശക്തി പെട്ടെന്ന് ഇറങ്ങിപ്പോകില്ല. അത് വളരെ വ്യക്തമാണ്. അത് 9:10 നിങ്ങൾ പഴയ മനുഷ്യരുടെ പ്രവൃത്തികളോടുകൂടി ഉരിഞ്ഞു കളഞ്ഞു, തന്നെ സൃഷ്ടിച്ചവന്റെ പ്രതിമ പ്രകാരം പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നുവല്ലോ. പുതിയ മനുഷ്യനെ ധരിച്ചുവെങ്കിൽ പുതിയ മനുഷ്യന് വേണ്ടത് കൊടുക്കണം, പുതിയ മനുഷ്യന് ആവശ്യമായുള്ള ആഹാരം കൊടുക്കണം, പുതിയ മനുഷ്യന് ആവശ്യമായ കാര്യങ്ങൾ കൊടുക്കണം. അത് വളരെ ആവശ്യമാണ്. ഈ പുറത്തുണ്ടാകുന്ന ശബ്ദങ്ങൾ നിങ്ങൾക്ക് ഈ സന്ദേശം കേൾക്കാൻ ഒരിക്കലും തടസ്സമാകരുത്. ഒരുപക്ഷെ നിങ്ങളുടെ ഏകാഗ്രതയ്ക്കുള്ള പരിശോധനയാകാം. ദൈവനെ കേൾക്കുവാൻ നിങ്ങളുടെ മനസ്സ് ഹൃദയം ഏകാഗ്രമാണ് എങ്കിൽ മറ്റൊന്നും തടസ്സപ്പെടാൻ നമ്മൾ അനുവദിക്കുന്നതാണ്. നമ്മൾ അസ്വസ്ഥരായാൽ കൈവിട്ടു പോകും. അങ്ങനെ വരരുത്. നമ്മുടെ ഹൃദയ മനസ്സ് ഏകാഗ്രമാകണം. അത് എപ്പോഴും ഒരു പരിശീലനമാണ്. അപ്പൊ ഉന്നതത്തിലുള്ളതിനെ മുമ്പിൽ വെച്ചുകൊണ്ട് ഭൂമിയിൽ പരമേൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ, ഭൂമിയിൽ ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. അത് കുടുംബത്തിലാകാം, സഭയിലാകാം, ആത്മീകമായി നമുക്ക് നൽകപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ നമ്മൾ നിറവേറ്റുവാൻ മുന്നോട്ട് പോകുമ്പോൾ ഉന്നതത്തിലുള്ള ചിന്തകളെ മുന്നിൽ വയ്ക്കണം. ലോകത്തിലെ കയ്യടി കിട്ടിയെന്ന് വരില്ല, ലോകം അംഗീകരിച്ചെന്ന് വരില്ല. ഉന്നതത്തിലുള്ളതിനെ മുമ്പിൽ വെച്ചുകൊണ്ട് ഭൂമിയിൽ നമുക്ക് നൽകപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ നമ്മൾ നിറവേറ്റിക്കൊണ്ട് മുന്നോട്ട് പോകണം. അതാണ് ഇവിടെ പറയുന്നത്. 3-ാം അധ്യായം 1-4 വരെ ആകെ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പീൻ. ഭൂമിയിലുള്ളതെല്ലാം ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പീൻ. അപ്പൊ മനസ്സും ഹൃദയവും ചിന്തയുമെല്ലാം പ്രതീക്ഷയുമെല്ലാം ഉയരത്തിൽ വെച്ചിരിക്കുകയാണെങ്കിൽ ഭൂമിയിലുള്ളത് നമുക്ക് നമ്മളെ സ്വാധീനിക്കാൻ പറ്റില്ല. ഉയരത്തിൽ ഒന്നുമില്ലെങ്കിൽ ചുറ്റുപാടൊരു ചെറിയ ശബ്ദം മതി, ഒരു ചെറിയ അലങ്കോലം മതി, ചെറിയൊരു അസ്വസ്ഥത മതി, ഒരു പിണക്കവും വഴക്കും മതി, നമ്മുടെ സകല സമാധാനവും ഉയരത്തിൽ വെക്കണം. അപ്പൊ ഒരു സുരക്ഷിത കവചം എന്ന നിലയിൽ ഈ ലേഖനം ക്രിസ്തുവിനെ അനുഗമിക്കുന്നവർക്ക് പ്രചോദനം എന്ന തരത്തിൽ
ഇവിടെ ഇതാ നൽകപ്പെടുകയാണ്. മറ്റെല്ലാ പരിശീലനങ്ങളും ഒരു ദിവസം നിങ്ങൾ ബാക്കി എല്ലാ തത്വചിന്തകളും പഠനങ്ങളും മാർഗങ്ങളും എല്ലാ രീതികളും ഒഴിവാക്കി ക്രിസ്തുവിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കണം. അതിന് സഹായിക്കുകയാണ് ക്രിസ്തുവിനോട് സത്യസന്ധത പുലർത്തണം. പലരും ക്രിസ്തുവിന് ചേർന്നതല്ല ഇത്. ക്രിസ്തുവിൽ സത്യമുള്ളതുപോലെ ക്രിസ്തുവിനെ കുറിച്ച് മാത്രം ചിന്തിക്കുക. ഇത് ക്രിസ്തുവിന്റെ ഉപദേശപ്രകാരമാണോ എന്ന് ചിന്തിക്കുക. ആകർഷണീയമായി തോന്നുന്ന തത്വചിന്തകൾ ഈ ലോകപ്രകടനം എല്ലാം ആകർഷണീയമായിട്ട് തോന്നും. ആത്മീയതയ്ക്ക് ആകർഷണീയതയില്ല. അതിന് ഗിൽറ്റ് പേപ്പർ പൊതിയുന്നില്ല. അതിന് കുറച്ച് കഷ്ടപ്പാട് കുരിശുമക്കേണ്ടി വരും, കളിയാക്കൽ ഉപദ്രവം നേരിടേണ്ടി വരും. പക്ഷെ മറ്റുള്ളത് ആകർഷണീയമാണ്. ഗിൽറ്റ് പേപ്പർ കൊണ്ട് പൊതിഞ്ഞതാണ്, മണികിലുക്കമാണ്. അത് നമ്മളെ ആകർഷിക്കും. ഇപ്പൊ ആകർഷണീയമായി തോന്നുന്ന തത്വചിന്തകള്, പാരമ്പര്യങ്ങള്, ഇവയെല്ലാം ഉള്ള സംസ്കാരത്തിന്റെ ഭാഗമായുള്ള മാർഗങ്ങൾ ഒഴിവാക്കുവാൻ ദൈവാത്മാവ് തന്നെയാണ് ഇവരോട് ആവശ്യപ്പെടുന്നത്. ഇപ്പൊ നമ്മള് 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം നമ്മൾ വായിച്ചപ്പോൾ പറഞ്ഞു, ദൈവേഷ്ടത്താൽ ക്രിസ്തുയേശുവിന്റെ അപ്പോസ്തലനായ പൗലോസ്. കുറച്ച് ദീർഘമായിട്ട് ആ വാക്ക് പഠിക്കേണ്ട, ചിന്തിക്കേണ്ട ആവശ്യമുള്ളത് കൊണ്ടാണ് അപ്പോസ്തലൻ എന്ന വാക്കിൽ നമ്മൾ ഇത്രയധികം ചിന്തിക്കാൻ ഇട വന്നത്. മറ്റ് അപ്പോസ്തലന്മാരെ പോലെ തന്നെ അധികാരമുള്ളവൻ തന്നെയാണ് പൗലോസ്. 12 പേരിൽ ഒരുവനായിരുന്നില്ല എങ്കിലും മറ്റുള്ളവരെ പോലെ തന്നെ തനിക്ക് എല്ലാവിധ അധികാരമുണ്ട് നമ്മൾ കണ്ടു. സഭയുടെ അടിസ്ഥാനമാണ് അപ്പോസ്തലന്മാർ. എഫേസ്യർ 2:20 ക്രിസ്തുയേശു എന്ന മൂലക്കല്ല്, അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനം. ഇപ്പൊ പരിശുദ്ധാത്മാവിനാൽ യേശുവിൽ നിന്നുള്ള വെളിപാട് ലഭിച്ചവരാണ് ഇവർ. അത് യോഹന്നാൻ 14-ലും 15-ലും 16-ലും യേശു അപ്പോസ്തലന്മാരെ മാളിക മുറിയിൽ കൊണ്ട് വേർതിരിച്ച് നിർത്തി, നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, വിഷമിക്കരുത്, ഞാൻ പോയാലും ഒരു കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരും, ഞാൻ നിങ്ങളോട് പറഞ്ഞതെല്ലാം അവൻ നിങ്ങളെ ഓർമ്മിപ്പിക്കും എന്ന് പരിശുദ്ധാത്മാവിന്റെ ആഗമനത്തെക്കുറിച്ചും പരിശുദ്ധാത്മാവിന്റെ ശുശ്രൂഷകളെ കുറിച്ചും വ്യക്തമായിട്ട് തന്നെ കർത്താവ് യേശു അപ്പോസ്തലന്മാരോട് പറഞ്ഞു. എഫേസ്യർ 3:5 അവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. എഫേസ്യർ 3-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തില് ഇപ്രകാരം പറഞ്ഞു, ഇപ്പോൾ അവന്റെ വിശുദ്ധ അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും ആത്മാവിൽ വെളിപ്പെട്ടതുപോലെ, പൂർവ്വകാലഗതം അറിയാൻ വന്നിരുന്നില്ല, മർമ്മമായിരുന്നു. അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും ആത്മാവിൽ വെളിപ്പെട്ടതാണിത്. ദൈവം പരിശുദ്ധാത്മാവിലൂടെ അവർക്കത് വെളിപ്പെടുത്തി കൊടുത്തു. പണ്ടത്തെ കാലത്ത് ആർക്കും അറിയാൻ കഴിയാതിരുന്ന, രാജാക്കന്മാർക്കും പ്രവാചകന്മാർക്കും ലോകത്തിലുള്ള മറ്റ് മാന്യന്മാർക്കും ഒരിക്കലും അറിയാൻ കഴിയാതിരുന്ന ആത്മീയ സത്യങ്ങള് ഇപ്പൊ ഇവിടെ അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി കൊടുത്തു എന്ന് പറയുന്നു. പത്രോസ് മനോഹര ഒരു വാക്യം പറയും. 2 പത്രോസ് 3-ാം അധ്യായം 2-ാം വാക്യം. പത്രോസിന്റെ 2-ാം ലേഖനം 3-ാം അധ്യായം 2-ാം വാക്യത്തിൽ അപ്പോസ്തല ഉപദേശത്തിന്റെ ശക്തിയെക്കുറിച്ച് പറയുമ്പോൾ പത്രോസ് ഇപ്രകാരമാണ് പറഞ്ഞത്. 1-ാം വാക്യം അത് ചേർത്ത് വായിക്കാൻ, പ്രിയമുള്ളവരെ, ഞാനിപ്പോൾ നിങ്ങൾക്ക് എഴുതുന്നത് 2-ാം ലേഖനമല്ലോ. എത്ര കൃത്യമായിട്ട് ഞാനിത് 2-ാം ലേഖനമാണ് പത്രോസ് ഞാനിത് എഴുതുന്നത്. വിശുദ്ധ പ്രവാചകന്മാർ മുൻപറഞ്ഞ വചനങ്ങളും നിങ്ങളുടെ അപ്പോസ്തലന്മാർ മുഖാന്തരം കർത്താവ് രക്ഷിതാവുമായവൻ തന്ന കൽപ്പനയും ഓർത്തുകൊള്ളണമെന്ന്. എത്ര വ്യക്തമായിട്ടാണ് അപ്പോസ്തലന്മാർ മുഖാന്തരമാണ് കർത്താവ് യേശുവിന്റെ കൽപ്പനകൾ പുറപ്പെട്ടത്. കർത്താവ് യേശുവിന്റെ കൽപ്പനയാണ് അപ്പോസ്തലന്മാർ പുറപ്പെടുവിച്ചത്. ആദിമസഭ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു എന്ന് പറയുമ്പോൾ അതിന്റെ അടിസ്ഥാനം ഇതാണ്. കർത്താവ് യേശുവിന്റെ കൽപ്പനയാണ് അപ്പോസ്തലന്മാർ നൽകിയത്. അതാണ് അവർക്ക് ആദിമ ക്രിസ്ത്യാനികൾക്ക് പരിശീലനം കൊടുത്തത്. ആ അധികാരത്തെ അവർ മാനിച്ചു. അപ്പൊ അപ്പോസ്തലൻ എന്ന വാക്ക് ഈ 12 പേർക്കും പൗലോസിനും മാത്രമല്ല മറ്റ് ചിലർക്കും നൽകപ്പെട്ടിട്ടുണ്ട്. അപ്പോസ്തലൻ എന്ന വാക്കിന്റെ അർത്ഥം അയക്കപ്പെട്ടവൻ എന്നാണ്. ബർന്നബാസ് അപ്പോസ്തലൻ എന്ന് പറയും. പ്രവർത്തന പുസ്തകം 13-ാം അധ്യായം 2-4 വാക്യങ്ങൾ, പ്രവർത്തികൾ 14-4, അപ്പോസ്തലപ്രവൃത്തികൾ 14-14, 2 കൊരിന്ത്യർ 8:28, ഫിലിപ്പിയർ 2:25. ഒന്നുകൂടെ പറയാം. പ്രവർത്തന പുസ്തകം 13-ാം അധ്യായം, അപ്പോസ്തലപ്രവൃത്തി പുസ്തകം 13-ാം അധ്യായം 2-3 വാക്യങ്ങളിൽ ഒരു കർത്താവിനെ ആരാധിച്ച് ഉപവസിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഞാൻ ബർന്നബാസിനെയും ശൗലിനെയും വിളിച്ചിരിക്കുന്ന വേലക്കേട്ടവരെ എനിക്ക് വേർതിരിപ്പീൻ എന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു. ബർന്നബാസ് അപ്പോസ്തലരുടെ കൂട്ടത്തിൽ, അവർ സഭയിൽ നിന്ന് അയക്കപ്പെട്ടവൻ. കർത്താവ് തെരഞ്ഞെടുത്ത് അയച്ച 12 പേരും പിന്നെ പൗലോസും. കൂടാതെ സഭയിൽ നിന്ന് അയക്കപ്പെട്ടവരെയും അപ്പോസ്തല വാക്കുകൊണ്ടാണ് ഉപയോഗിച്ചത്. 14-ാം അധ്യായം 4-ാം വാക്യം പ്രവർത്തിയുടെ പുസ്തകം വായിച്ചു കേട്ടാലേ മനസ്സിലാവുകയുള്ളൂ. എന്നാൽ പട്ടണത്തിൽ ജനസമൂഹം ഭിന്നിച്ച് ചില യഹൂദരുടെ പക്ഷത്തിലും ചില അപ്പോസ്തലരുടെ പക്ഷത്തിലുമായി. അപ്പൊ അവിടെയും കാണുന്നത് പൗലോസും ബർന്നബാസിനെയാണ്. അപ്പോസ്തലൻ എന്ന് അവിടെ ബർന്നബാസിനെ കാണാൻ 14-ാം വാക്യം ഇങ്ങനെ കാണാം. ഇത് അപ്പോസ്തലന്മാരായ ബർന്നബാസും പൗലോസും കേട്ടു. അപ്പോസ്തലൻ എന്നാണ് ബർന്നബാസിനെ വിളിച്ചത്. ഏതർത്ഥത്തിൽ? സഭയിൽ നിന്ന് അയക്കപ്പെട്ട അർത്ഥത്തിൽ. പൗലോസ് അതേ അർത്ഥമല്ല. പൗലോസ് ക്രിസ്തു തെരഞ്ഞെടുത്ത അപ്പോസ്തലനാണ്. ബർന്നബാസ് സഭ അയച്ച അപ്പോസ്തലനാണ്. 2 കൊരിന്ത്യർ 8:28.
കൊരിന്ത്യർക്കെതിരെ 2. കാരണം ചിലർ ചോദിക്കും 12 അപ്പോസ്തലർ മാത്രമേ ഉള്ളൂ, അപ്പോസ്തല വാക്ക് ബർന്നബാസിന്റെ എപ്പഫ്രോദിത്തോസിലൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് ചോദിക്കുമ്പോൾ കൃത്യമായ മറുപടി ഉണ്ടായിരിക്കണം. 2 കൊരിന്ത്യർ 8:23 വാക്യത്തില് തീത്തോസ് എനിക്ക് കൂട്ടാളിയെ നിങ്ങൾക്കായിട്ട് കൂട്ടുവേലക്കാരനുമാകുന്നു. നമ്മുടെ സഹോദരന്മാർ സഭകളുടെ ദൂതന്മാർ, സഭകളിൽ നിന്ന് അയക്കപ്പെട്ടവെന്ന അർത്ഥമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഫിലിപ്പിയർ 2:25, ഫിലിപ്പിയർ 2-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. ഫിലിപ്പിയർ 2:25, എന്നാൽ നിങ്ങളുടെ സഹോദരനും കൂട്ടുവേലക്കാരനും സഹപടനും നിങ്ങളുടെ ദൂതനും എന്റെ ബുദ്ധിമുട്ടിനെ ശുശ്രൂഷിച്ചവനുമായ എപ്പഫ്രാദിത്തോസിനെ സഭ അയച്ചതാണ് പൗലോസിന്റെ അടുക്കലേക്ക്. ഒരു അപ്പോസ്തല വാക്കിന്റെ അർത്ഥമാണ് അവർ പറയുന്നത്. ബർന്നബാസ് അന്ത്യോക്യ സഭയുടെ ദൂതനാണ്, പ്രതിനിധി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ ദമസ്കോസിലേക്ക് കടന്നു ചെന്ന് ക്രിസ്ത്യാനികളെ ഉപദ്രവിക്കുന്നതിനായി പുറപ്പെടുമ്പോൾ ശൗലിന് ക്രിസ്തു പ്രത്യക്ഷപ്പെടും. അത് പ്രവർത്തനം 26-ാം അധ്യായത്തിലുണ്ട്. യേശുവിന്റെ അപ്പോസ്തലനാകാനുള്ള യോഗ്യതയിൽ ഒന്ന് അവിടെ നിവൃത്തിയായി. യേശുവിന്റെ അപ്പോസ്തലനാകണമെങ്കിൽ പ്രവർത്തന പുസ്തകം 1-ാം അധ്യായത്തിൽ 21-22 വാക്കുകൾ യേശുവിനെ എന്ത് ചെയ്തിരിക്കണം? കണ്ടിരിക്കണം. യേശുവിനെ കണ്ട ഒരാളായിരിക്കണം, പുനരുത്ഥാനത്തിന് സാക്ഷിയായിരിക്കണം. ഈ 2 യോഗ്യതകളാണ് ഒരാൾ അപ്പോസ്തലനാകുവാൻ ആവശ്യമായിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ വചനപ്രകാരം കൃത്യമായി പറയും, ഇന്ന് ഭൂമുഖത്ത് അപ്പോസ്തലനില്ല. ഒരാളും അപ്പോസ്തലൻ എന്ന് പറഞ്ഞുകൊണ്ട് വന്നാൽ അത് കള്ളമാണ്, കള്ള അപ്പോസ്തലനാണ്. ഒരു വ്യക്തി യഥാർത്ഥത്തിൽ അപ്പോസ്തലനാകണമെങ്കിൽ അവനുള്ള യോഗ്യത, വ്യക്തിക്കുള്ള യോഗ്യത ഒന്ന് യേശു ക്രിസ്തുവിനെ കണ്ടിരിക്കണം, 2 ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിന് സാക്ഷ്യമാകണം. പൗലോസ് 2 യോഗ്യതകൾ നേടിയവനാണ്. 1 കൊരിന്ത്യർ 9-1-2 വാക്യങ്ങളിൽ പൗലോസ് അപ്പോസ്തലൻ ഇങ്ങനെ ചോദിക്കും. 1 ലേഖനം 9-ാം അധ്യായം 1-2 വാക്യങ്ങൾ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, ഞാൻ സ്വതന്ത്രനല്ലയോ, ഞാൻ അപ്പോസ്തലനല്ലയോ, നമ്മുടെ കർത്താവ് യേശു ഞാൻ കണ്ടിട്ടില്ലേ. അപ്പൊ താൻ തന്നെ തെളിവ് തിരിക്കണം, ഞാൻ യേശുവിനെ കണ്ടിട്ടില്ല. 3 പ്രാവശ്യം യേശു പ്രത്യക്ഷപ്പെട്ടു. പൗലോസിന് തന്നെ വിളിക്കുവാനും 2 സമയത്തും എനിക്ക് ഈ ദേശത്ത് അനേകം ശിഷ്യന്മാരുണ്ട്, നീ ഒരിക്കലും മടുക്കരുത് അറിയിക്കണം എന്നൊക്കെ പറഞ്ഞു. 15-8 വാക്യത്തിൽ പറയുമ്പോൾ 1 കൊരിന്ത്യർ 15:8 നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ കാണാൻ കഴിയുന്ന ഇപ്രകാരമാണ്, എല്ലാവർക്കും ഒടുവിൽ അകാല പ്രജ പോലെയുള്ള എനിക്കും പ്രത്യക്ഷനായി. ഞാൻ അപ്പോസ്തലന്മാരിൽ ഏറ്റവും ചെറിയവനല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് ആ പേര് ഞാൻ യോഗ്യനല്ല എന്നൊക്കെ പോലും സ്വയം സമ്മതിക്കുന്ന അവസ്ഥ ഇവിടെയുണ്ട്. 1 കൊരിന്ത്യർ 15:8. അപ്പൊ കർത്താവിനെ കാണുക എന്നുള്ളത് വളരെ ആവശ്യമാണ്. അത് പൗലോസിനെ സംബന്ധിച്ച് അത് പൂർത്തിയായ ഒരു കാര്യമാണ്. അപ്പോൾ അപ്പോസ്തലനാകുവാനുള്ള മറ്റു യോഗ്യതകൾ നിവൃത്തിയാക്കപ്പെട്ടും യേശുവിനാൽ തെരഞ്ഞെടുക്കപ്പെട്ടവനാണ് പൗലോസ്. അതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. കൊലോസ്യ ലേഖനത്തിന്റെ 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം, ദൈവ ഇഷ്ടത്താണ്, ദൈവത്തിന് ഇഷ്ടമാണ് ഞാൻ യേശുവിന്റെ അപ്പോസ്തലനായത്. എന്റെ ഇഷ്ടമല്ല, എന്റെ താല്പര്യമല്ല, ഞാൻ എന്നെ തീരുമാനിച്ച് ചിന്തിച്ചിട്ട് പോലുമില്ല. ദൈവം എന്നെ കർത്താവ് യേശുവിന്റെ സാക്ഷിയാക്കി. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവനാണ്, ഈ ദൗത്യത്തിന് നിയോഗിക്കപ്പെട്ടു. മനുഷ്യരല്ല, അത് പലയിടത്ത് പറയും. 2 കൊരിന്ത്യർ 1:1, ഗലാത്യർ 1:1, എഫേസ്യർ 1:1, 2 തിമോഥെയോസ് 1:1. മിക്ക ലേഖനങ്ങളുടെ ആരംഭത്തിൽ ആ കാര്യങ്ങളാണ്. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട അപ്പോസ്തലൻ. 2 കൊരിന്ത്യർ 1:1, ഗലാത്യർ 1:1, എഫേസ്യർ 1:1, 2 തിമോഥെയോസ് 1:1. അപ്പൊ പൗലോസിന്റെ അപ്പോസ്തലികത്വം ഉറപ്പാക്കപ്പെട്ടത് അത്ഭുത പ്രവൃത്തികളും വീര്യപ്രവൃത്തികളുമാണ്. കാരണം മറ്റുള്ളവരുടെ തലമേൽ കൈവച്ച് അത്ഭുത പ്രവൃത്തികളും വീര്യപ്രവൃത്തികൾ ചെയ്യാനുള്ള കഴിവ് പകർന്നു കൊടുക്കാൻ കഴിയുന്ന അപ്പോസ്തലന്മാർക്ക് മാത്രമാണ്. മറ്റുള്ള തലയിൽ കൈവച്ച് വരങ്ങൾ പകർന്നു കൊടുക്കാൻ ഇന്ന് ആർക്കും അവകാശമില്ല, യോഗ്യതയുമില്ല. 2 കൊരിന്ത്യർ 12-ാം അധ്യായം 12-ാം വാക്യം, കൊരിന്ത്യർക്കെതിരെ 2-ാം ലേഖനം 12-ാം അധ്യായം 12-ാം വാക്യത്തില് ഇപ്രകാരം പറയും, പൗലോസിന്റെ അപ്പോസ്തലികത്വം ഉറപ്പിക്കപ്പെട്ടത് എങ്ങനെയാണ്? 2 കൊരിന്ത്യർ 12:12. ഇത് കുറച്ച് ഉപദേശപരമായ കാര്യങ്ങളാണ്. അതുകൊണ്ട് ചിലപ്പോൾ ചിലർക്ക് വിരസത തോന്നും, പക്ഷെ ഇത് അടിസ്ഥാന കാര്യങ്ങളാണ്. 2 കൊരിന്ത്യർ 12:12 ഇങ്ങനെ പറയും, അപ്പോസ്തലന്റെ ലക്ഷണങ്ങൾ. ഒരു അപ്പോസ്തലനാണ് എന്നുള്ള ലക്ഷണങ്ങൾ പൂർണ്ണ സവിഷ്ഠതയിലും അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വീര്യപ്രവർത്തികളാലും നിങ്ങളുടെ ഇടയിൽ വെളിപ്പെട്ടു വന്നുവല്ലോ. കൊരിന്ത്യസഭയോട് പറഞ്ഞു, ഞാൻ അപ്പോസ്തലനാണെന്നുള്ള തെളിവ് നിങ്ങൾക്ക് കൃപാവരങ്ങൾ എന്റെ കൈകളാൽ പകർന്നു തന്നതിൽ വ്യക്തമാണ്. താൻ അപ്പോസ്തലന്റെ തെളിവാണത്. അത് 8-ാം അധ്യായം അപ്പോസ്തലരുടെ പുസ്തകം 8-ാം അധ്യായത്തിന്റെ 17-18 വാക്യങ്ങൾ വായിച്ചാൽ, പ്രവർത്തികൾ 8-ാം അധ്യായം അപ്പോസ്തലരുടെ പുസ്തകം 8-ാം അധ്യായത്തിന്റെ 17-18 വാക്യങ്ങൾ ഇങ്ങനെ കാണാം. അവർ അവരുടെ മേൽ കൈവച്ചപ്പോൾ അവർക്ക് പരിശുദ്ധാത്മ ലഭിച്ചു. അപ്പോസ്തലന്മാർ കൈവച്ചതിനാൽ പരിശുദ്ധാത്മ ലഭിച്ചു. അപ്പോസ്തലരുടെ കൈവപ്പിനാലാണ് പരിശുദ്ധാത്മ ലഭിക്കുന്നത് വ്യക്തമാണ്. അത് പ്രവർത്തികൾ 19-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിലും നമുക്കത് കാണാൻ സാധിക്കും. വാക്യങ്ങളൊക്കെ എഴുതിയിട്ട് അവിടെ നന്നായിരിക്കും, പിന്നീട് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് പരിശോധിക്കാൻ പറ്റും. അവർ സ്നാനമേറ്റ് പൗലോസ് അവരുടെ മേൽ കൈവച്ചപ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു. അപ്പൊ പൗലോസിന് ഈ ഒരു അധികാരം, അപ്പോസ്തലൻ എന്നുള്ളതിന്റെ അധികാരം പൗലോസിനുണ്ടായിരുന്നു. അത് വീര്യപ്രവൃത്തികൾ, അത്ഭുത അടയാളങ്ങളിലൂടെ അത് ഉറപ്പിക്കപ്പെട്ടു.
അപ്പോൾ തന്റെ മൂന്നാം മിഷണറി യാത്രയുടെ അവസാനത്തിലാണ് ഇസ്രയേൽ വെച്ചപ്പോൾ അപ്പോസ്തലൻ തടവിലാകുന്നത്. യഹൂദന്മാർ പൗലോസിനെ കൊല്ലാൻ ആഗ്രഹിച്ചു. പക്ഷേ റോമൻ സഹസ്രാധിപൻ, ഈ സൈന്യാധിപൻ പൗലോസിനെ രക്ഷിക്കുന്നതാണ്. അങ്ങനെ ചരിത്രം നമുക്കറിയാം. അവസാനം പൗലോസ് 3 മിഷണറി യാത്രകൾ നടത്തി. അവസാനത്തെ മിഷണറി യാത്ര റോമിലേക്കായിരുന്നു. അവിടുന്ന് അവസാനം സ്പെയിനിലേക്ക്, എഫെസസും സ്പെയിനിലേക്കും ക്രേത്തയിലേക്കും പോയി വീണ്ടും തടവിലായി. അതിന് ചരിത്രം പറയുന്നു, ബൈബിൾ പറയുന്നില്ല, താൻ ശിരച്ഛേദം ചെയ്യപ്പെട്ടു. അപ്പോസ്തലൻ തന്റെ ഓട്ടം ഓടി പൂർത്തിയാക്കി. ഇപ്പൊ പരിശുദ്ധാത്മ നിയോഗത്താൽ തന്നിലൂടെ രചിക്കപ്പെട്ട 13 ലേഖനങ്ങളും അതിന്റെ സ്വാധീനം ചിന്തിക്കാൻ കഴിയുന്നതിലും അപാരമാണ്. പൗലോസിന് നൽകപ്പെട്ട 13 ലേഖനങ്ങൾ, എബ്രായ ലേഖനം മാറ്റി നിർത്തിയാൽ 13 ലേഖനങ്ങൾ. എബ്രായ ലേഖനവും പൗലോസിന്റെ എഴുത്ത് ശൈലി തന്നെയാണ്. ഇപ്പൊ പൗലോസിന്റെ ലേഖനങ്ങൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ആ ലേഖനങ്ങളുടെ സ്വാധീനം, താൻ ഈ നടത്തിയ യാത്രകളെക്കാളും വലിയ സ്വാധീനമാണ് തന്റെ ലേഖനങ്ങളിലൂടെയുള്ള തന്റെ സ്വാധീനമെന്ന് വളരെ വ്യക്തമായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അത്രമാത്രം ശക്തമായിരുന്നു പൗലോസിൻ്റെതായ എഴുത്തുകളും അതിൻ്റെ സ്വാധീനവും. ഇപ്പോൾ പൗലോസ് അപ്പോസ്തലന്റെ ജീവിതം ഇങ്ങനെ അവസാനിച്ചു. ഔന്നിത്യമേറിയ ക്രിസ്തീയ ചിന്തകളും ഉപദേശങ്ങളും അടങ്ങുന്നതാണ് ആ ലേഖനം. ഒരു വിധത്തിൽ പറഞ്ഞാൽ തന്റെ 4 മിഷണറി യാത്രകളെക്കാളും ക്രിസ്ത്യാനിത്വത്തെ ഇന്നും സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്നവയാണ് പ്രത്യേകിച്ച് 4 കാരാഗ്രഹ ലേഖനങ്ങൾ. അതിൽ ഉൾപ്പെട്ട ഒന്നാണ് കൊലോസ് ലേഖനം. ഇപ്പൊ ഇവിടെ യേശുക്രിസ്തുവിന്റെ അപ്പോസ്തലൻ എന്ന് പറഞ്ഞു തുടങ്ങുന്നത്. 2 മിനിറ്റ് കൂടെ പെട്ടെന്ന് മുന്നോട്ട് പോകാം. ദൈവേഷ്ടത്തിൽ ക്രിസ്തു യേശു, നമ്മൾ അപ്പോസ്തലൻ പൗലോസിലേക്ക് വരുന്നില്ല. യേശുവിന്റെ അപ്പോസ്തലൻ എന്ന വാക്ക്, യേശു ക്രിസ്തുവിന്റെ അപ്പോസ്തലൻ, ക്രിസ്തു യേശുവിന്റെ അപ്പോസ്തലൻ. യേശു എന്നുള്ള യവനപദം ഈസൗസ് എന്നാണ്. തത്തുല്യമായ എബ്രായ വാക്ക് യഹോശുവ എന്നാണ്. യേശു എന്നുള്ളതിന്റെ യവന വാക്ക് ഈസൗസ് എന്നും അതിന്റെ തത്തുല്യമായ എബ്രായ പദം യഹോശുവ എന്നാണ്. A+ ഹോശുവ എന്ന് പറയുമ്പോൾ യഹോശുവ എന്ന് പഴയമത്തിൽ പറയും. പുറപ്പാട് പുസ്തകം 17:9 കാണാം, ദൈവം രക്ഷയാകുന്നു, രക്ഷിക്കുന്നു എന്ന അർത്ഥമാണ് യഹോശുവ അല്ലെങ്കിൽ ജോഷുവ എന്ന വാക്കിനുള്ളത്. യഹോവ് എന്നതിന്റെ ചുരുക്ക രൂപമാണ് യാഹ് എന്നത്. യാഹ് എന്നുള്ളത് യഹോവ് എന്നതിന്റെ ചുരുക്ക രൂപമാണ്. ഈ നാമത്തിലാണ് ദൈവം ഇസ്രായേലിനെ തന്നെ വെളിപ്പെടുത്തിയത്. മത്തായിയുടെ സുവിശേഷം 1-21 വാക്യത്തിൽ, മത്തായി 1:21 ഇങ്ങനെ കാണാം, അവൾ ഒരു മകനെ പ്രസവിക്കും, അവൻ തന്റെ മകനെ, തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് അവന് യേശു എന്ന് പേര്. യേശു എന്ന പേരും യോശു എന്ന പേരും യോശു എന്ന പേരും അർത്ഥമാക്കുന്നത് രക്ഷിക്കുന്ന ദൈവമെന്നാണ്. യേശു എന്ന പേര് വളരെ ഉചിതമായതാണ്. അവനെ രക്ഷിക്കാൻ വരുന്നവൻ, യേശുവിന്റെ ആഗമനം തന്നെ രക്ഷിക്കാൻ വരിക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പ്രവൃത്തി 4:12 പറഞ്ഞത്, ആകാശത്തിന് കഴിഞ്ഞ് ഭൂമിയിൽ നൽകപ്പെട്ട മറ്റൊരു നാമമില്ല. യേശു എന്ന് അപ്പൊ അവിടെ വ്യക്തമാണ് ക്രിസ്തു എന്ന തലക്കെട്ട്. ക്രിസ്തു എന്ന് പറഞ്ഞാൽ ക്രിസ്റ്റോസ്, അതായത് അഭിഷേകം പ്രാപിച്ചു. ക്രിസ്തു എന്ന് പറഞ്ഞാൽ അഭിഷേകം പ്രാപിച്ചത്. അതിന്റെ തുല്യമായ എബ്രായ വാക്കാണ് മശിഹ. ക്രിസ്തു എന്നുള്ളത് യവന വാക്കാണ്. അതൊരു തലക്കെട്ടാണ്, ടൈറ്റിലാണ്, പേരല്ല. ക്രിസ്തു എന്നത് ടൈറ്റിലാണ്. അർത്ഥം അഭിഷേകം പ്രാപിച്ചവൻ. അതിന് തുല്യമായ എബ്രായ വാക്ക് മശിഹ എന്നാണ്. ഇപ്പൊ ക്രിസ്തു മശിഹ എന്നത് ടൈറ്റിലാണ്, പേരുകളല്ല. ക്രിസ്തു എന്നത് പേരല്ല, മശിഹ എന്നത് പേരല്ല, അത് സ്ഥാനനാമമാണ്, ടൈറ്റിലാണ്. പഴയ നിയമകാലങ്ങളിൽ പുരോഹിതന്മാരെ അഭിഷേകം ചെയ്തിരുന്നു, രാജാക്കന്മാരെ അഭിഷേകം ചെയ്തിരുന്നു, പ്രവാചകന്മാരെ അഭിഷേകം ചെയ്തു. ഒരു പ്രത്യേക ദൗത്യത്തിന് വേണ്ടി ഒരാളെ നിയോഗിക്കുന്നതിനെയാണ് അഭിഷേകം ചെയ്യുക എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് നമുക്ക് അടുത്ത പാഠത്തിൽ ചിന്തിക്കാം. അപ്പൊ ഇത് നമ്മൾ പുസ്തകത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ വിഷയങ്ങൾ കൂടുതലായിട്ട് കാണാനായിട്ട് സാധിക്കും. ക്രിസ്തു യേശു, യേശു ക്രിസ്തു, ഇതിന് അർത്ഥം ഒന്ന് തന്നെയാണ്. ക്രിസ്തു യേശു, യേശു ക്രിസ്തു. യേശു ക്രിസ്തു എന്ന് പറയുമ്പോൾ ക്രിസ്തു എന്ന രക്ഷകൻ, ആ രക്ഷാ ദൗത്യത്തിന് മുൻസ്ഥാനം കൊടുത്തുകൊണ്ടാണ് യേശു ക്രിസ്തു. ക്രിസ്തു യേശു എന്ന് പറയുമ്പോൾ ആ ഭരണത്തിന് മുൻസ്ഥാനം കൊടുക്കുകയാണ്. ക്രിസ്തു യേശു, യേശു ക്രിസ്തു. യേശു രക്ഷ എന്നതിൻ്റെ അർത്ഥം, രക്ഷിക്കുവാൻ വന്നവർ. ക്രിസ്തു യേശു എന്ന് പറയുമ്പോൾ നമ്മെ ഭരിക്കുന്ന അധികാരി എന്ന് നിലയിൽ അത് മാറി മാറി അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി ഉപയോഗിക്കും. ഏകദേശം അർത്ഥം ഒന്ന് തന്നെയാണ്. ക്രിസ്തു എന്നത് രക്ഷകന്റെ ഭരണത്തെ കാണിക്കുന്നു, അതിന് ഊന്നൽ കൊടുക്കുന്നു. മറ്റേത് രക്ഷയെ കാണിക്കും. അപ്പൊ ഇതാണ് ഇവിടെ പറയുന്നത്. കൊലോസ്യത്തിൽ ക്രിസ്തു യേശുവിന്റെ അപ്പോസ്തലൻ, രക്ഷിക്കാൻ കടന്നു വന്ന, ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ദൈവത്തിന് ക്രിസ്തു യേശുവിന്റെ അപ്പോസ്തലൻ. ബാക്കി നമുക്ക് അടുത്ത പാഠത്തെ ചിന്തിക്കാം. ഗഹനമാണ് പുസ്തകം. ക്രിസ്തു യേശുവിനെ ഇത്രമാത്രം ഉയർത്തുന്ന ഒരു പുതിയ ലേഖനമില്ല കൊലോസ് ലേഖനം പോലെ. ഈ പഠനം കൊലോസ് ലേഖന പഠനം ക്രിസ്തുവിനെ കുറിച്ചുള്ള ആയതുകൊണ്ട് അതിൻ്റെതായ ശ്രദ്ധ നമുക്ക് വേണം. പലതരത്തിൽ സാത്താൻ നമ്മളെ തടസ്സപ്പെടുത്താൻ നോക്കും. ഇതൊരു പോർക്കളമാണ്, ഇത് പോരാട്ടമാണ്.
പോർക്കണം നമ്മുടെ മനസ്സാണ്. അവിടെ തീരുമാനിക്കണം എൻ്റെ ഹൃദയവും മനസ്സും എവിടെ ആരിൽ ഏകാഗ്രമാക്കണം. ആഗ്രഹമുണ്ടെങ്കിൽ, താല്പര്യമുണ്ടെങ്കിൽ ദൈവം നമുക്ക് വഴി തുറന്നേ. അന്വേഷിക്കുന്നവർ മാത്രമേ കണ്ടെത്തുന്നു. നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിക്കും. ഉന്നതനും വേർതിരിക്കുന്നതിനുമായ പരിശുദ്ധ ദൈവമേ, ഈ സമയത്തിനായി സായാഹ്നത്തിനായിട്ട് നന്ദി. ഞങ്ങളെ രക്ഷിക്കുവാനായിട്ട് സ്വർഗം ചായച്ച ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന കർത്താവ് യേശുവിനെ കുറിച്ച് തൻ്റെ ജീവിതം കൊണ്ട് സാക്ഷ്യപ്പെടുത്ത അപ്പോസ്തലനെ കുറിച്ചൊക്കെ ചിന്തിപ്പാൻ ഇടവരുത്തിയല്ലോ. കൊലോസ്യ സഭ, അവിടെ പരമപ്രധാനമായ അവിടെ പ്രശ്നം യേശുവിൻ്റെ ഔന്നിത്യത്തെയും യേശുവിൻ്റെ പരമാധികാരിയെയും യേശുവിൻ്റെ പരമമായ അവസ്ഥകളെയും ഔന്നിത്യത്തെയും സൃഷ്ടി വൈഭവത്തെയും എല്ലാം ചോദ്യം ചെയ്ത ഒരു കാലഘട്ടം, ചോദ്യം ചെയ്ത ജനസമൂഹം. അവിടെ സ്വാധീനത്തിൽ അകപ്പെട്ടതായ കൊലോസ്യയിലുള്ള ദൈവമക്കൾ മറ്റു പലതിലേക്ക് ആകർഷിക്കപ്പെട്ടു. ക്രിസ്തുവിനെ കൂടാതെയുള്ള മറ്റു പലതും അവർക്ക് ആകർഷണീയമായി തോന്നിയ പശ്ചാത്തലത്തിൽ അപ്പോസ്തലനായ പൗലോസിലൂടെ ദൈവാത്മാവിൻ്റെ നിയന്ത്രണത്തിൽ അവരോട് ക്രിസ്തുവിനെ മാത്രം മുറുകെ പിടിച്ച് നിൽക്കാൻ ആവശ്യപ്പെടുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ അത് എത്രത്തോളം ആവശ്യമാണ്. ഞങ്ങളുടെ ഹൃദയമാകുന്ന സിംഹാസനത്തിൽ ആരാണ് ഇരിക്കുന്നത് എന്ന് അങ്ങ് കാണുന്നു. അവിടെ പലപ്പോഴും ക്രിസ്തു അല്ല ഉപവിഷ്ടനായിരിക്കുന്നത്. ഞങ്ങളുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്ന ക്രിസ്തുവിൻ്റെ ഹിതമോ സത്യമോ പലപ്പോഴുമല്ല. ക്രിസ്തുവിൻ്റെ ആത്മാവിൻ്റെ പുറത്താണ് ഞങ്ങൾ പലപ്പോഴും ജീവിക്കാറുള്ളത്. ഇതെല്ലാം ഞങ്ങളെ കാണിച്ചിരുന്ന് ഓർമ്മിപ്പിക്കുന്ന ലേഖനത്തിനായിട്ട് നന്ദി. അങ്ങ് നൽകി തന്ന എല്ലാ ലേഖനങ്ങൾക്കുമായി നന്ദി. അങ്ങയുടെ വചനങ്ങൾക്കായി നന്ദി. മനുഷ്യകുലത്തിന് എന്നും ആവശ്യമായ ആത്മീക സത്യങ്ങളാണ് അങ്ങയുടെ വചനം. ആ വചനം ഞങ്ങളുടെ ജീവിതത്തിന് പ്രകാശം പരത്തുവാൻ ഇടവരുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഏൽപ്പിക്കാണ്ട് കേട്ട എല്ലാ ജീവിതങ്ങളെയും പലയിടത്തായിരുന്നു ഞങ്ങളോടൊപ്പം ഈ സന്ദേശം പഠിക്കാൻ, കേൾക്കാൻ പ്രതികൂലങ്ങളുമായ എല്ലാ അവസ്ഥകളും ഉണ്ടായിട്ടും അത് കേൾക്കുവാൻ കടന്നു വന്ന എല്ലാവർക്കും, കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കുമായി നന്ദി പറയും. ഈ പുസ്തകം നിരന്തരം വായിക്കുവാൻ അങ്ങ് അവർക്ക് കൃപ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ ആത്മാർത്ഥതയുള്ളവരാകാൻ അതങ്ങനെയാണെന്ന് തെളിയിക്കപ്പെടേണ്ട വരുത്തണം. ദൈവം വചനം വായനയില്ലാതെ വന്ന് കേട്ടാൽ ഒരു പ്രയോജനമില്ല, ഞങ്ങൾക്ക് ബോധമുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ പുസ്തകം വായിക്കാൻ, ഓരോ പഠിക്കുന്ന ദിവസമെങ്കിലും നമുക്ക് വായിച്ചു നോക്കാൻ, അങ്ങനെ ഞങ്ങൾ അതിൻ്റെ വെളിച്ചത്തിലിരിക്കാൻ ഞങ്ങളെ സഹായിക്കണം. കുറവുകളെല്ലാം പൊറുക്കണം, ക്ഷമിക്കണം. സഭയെ ഉപദ്രവിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങ് അവർക്ക് വെളിച്ചം കൊടുക്കണം. പക്ഷേ എല്ലാ തരത്തിലുള്ള പ്രതികൂലങ്ങളുടെ നടുവിലും അങ്ങയുടെ നാമത്തെ ഉയർത്തിപ്പിടിച്ച് ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണം. ക്രിസ്തു യേശു മുഖാന്തരം അപേക്ഷിക്കുന്ന പ്രാർത്ഥന കൃപയോടെ കേൾക്കുമാറാകണമേ. താങ്ക് യു. ഓക്കെ, ദീപാവലി.